ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മുടെ ടർബോ 12 സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആക്ടിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കേരള ഗവേണൻസിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാർക്കിനാണ് നമുക്ക് 10th ലെവൽ പരീക്ഷകൾക്ക് നമുക്ക് വരുന്നത്. ഇമ്പോർട്ടന്റ് ആക്ട് 5 മാർക്കിന് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇമ്പോർട്ടന്റ് ആക്ടിന് സാധാരണഗതിയിൽ 5 മാർക്കുള്ള ചോദ്യങ്ങൾ 5ഓ 6ഓ ചോദ്യങ്ങളായിട്ട് നമുക്ക് എന്താണ് ചോദിക്കാറുണ്ട്. പക്ഷേ കേരള ഗവേണൻസ് ആണെങ്കിൽ 5 മാർക്കുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അത് 3ഓ 4ഓ ചോദ്യങ്ങളായിട്ട് എന്താണ് നിർത്താറൊക്കെ ഉണ്ട്. പക്ഷേ 5 ചോദ്യങ്ങളും വരാറൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമുക്ക് ഈ പറയുന്ന കേരള ഗവേണൻസിനകത്തും അതേപോലെ ഇമ്പോർട്ടന്റ് ആക്ടിനകത്തുമുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 2-3 ടോപ്പിക്കുകളുള്ള കുറച്ച് പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ ഇന്ന് ഈ ടർബോ സീരീസുകൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഇതിന്റെ ഒരു എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇതുവരെ നടന്ന ടർബോ 12 സീരീസിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചപ്പോൾ അതിനെ എല്ലാം അടിസ്ഥാനമാക്കി എക്സാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ആ എക്സാമിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായിട്ടുള്ള ആ സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ കാണുക, നല്ലതുപോലെ കാണുക, പരീക്ഷ അറ്റൻഡ് ചെയ്യുക, സമ്മാനങ്ങളും മറ്റും സ്കോളർഷിപ്പ് മറ്റും നേടിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ അടുത്ത നമ്മുടെ LDC 2027 നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്, സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലം PSC LDC 2027 പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ആ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കേരള ഗവേണൻസിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, നല്ല നല്ല ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് വരുന്ന കാര്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, നമുക്ക് പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ഒരു മേഖലയാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ഡിസാസ്റ്റർ മാനേജർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവൻ ആരാണ് എന്ന ചോദ്യങ്ങൾ എന്താണ് നമുക്ക് പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് എന്താണ് വിവിധ തരത്തിലുള്ള ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ദുരന്ത നിവാരണ സൈക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് SCERT പാഠപുസ്തകത്തിൽ, പുതിയ SCERT പാഠപുസ്തകത്തിനകത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല കുറച്ച് കണ്ടന്റുകൾ എന്ത് ചെയ്യുന്ന കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിയമവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും എന്ത് ചെയ്യാം നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കൊരു ഇമേജ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇമേജ്, ആ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് ആ ഇമേജ് വരുന്നത്. സപ്പോസ് ഇതിപ്പോ നമുക്കൊരു എന്താണ് 2 പടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പടം നമുക്ക് എന്താണ് ഒരു മലഞ്ചെരുവാണ്, മലഞ്ചെരുവിന്റെ താഴെ ഇവിടെ ഒരു മരം നിപ്പുണ്ട്, അതേപോലെ വലിയൊരു പാറ ഇവിടെ നിപ്പുണ്ട്. ഓക്കെ, താഴെ കുറച്ച് വൃക്ഷങ്ങൾ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വൃക്ഷങ്ങൾ മാത്രം നിപ്പുണ്ട്. ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമതൊരു ഇതേപോലെ തന്നെ ഒരെണ്ണമാണ്, അവിടെ നമുക്ക് വലിയൊരു മലഞ്ചെരുവുണ്ട്, അവിടെ എന്താണ് വലിയൊരു പാറ ഇവിടെ നിപ്പുണ്ട്, ഇവിടെ ഒരു മരം നിപ്പുണ്ട്. താഴെ എന്താണ് ആളുകളൊക്കെ വീട് വെച്ച് താമസിക്കുകയാണ്. ആളുകൾ ഇതേപോലെ എന്ത് ചെയ്യാണ്, വീട് വെച്ച് തിങ്ങി താമസിക്കുകയാണ് എന്ന് കരുതുക. ഓക്കെ, തിങ്ങി താമസിക്കുകയാണ്, വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യമായിട്ട് നമുക്ക് തന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു ദുരന്തമായിട്ട് മാറുന്നത് എവിടെയാണ്? A എന്ന് പറയുന്നതിനകത്താണോ B എന്ന് പറയുന്നതിനകത്താണോ എന്നുള്ള നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ സാധാരണഗതിയിൽ എന്താണ് പ്രകൃതിക്ഷോഭങ്ങൾ സാധാരണഗതിയിൽ അത് എന്തായിട്ട് മാറാറില്ല, ദുരന്തമായിട്ട് മാറാറില്ല. അത് ദുരന്തമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ അല്ലെങ്കിൽ അവന്റെ വസ്തുവകകളെയൊക്കെ അത് എന്ത് ചെയ്യണം, സാരമായിട്ട് അത് ബാധിക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണ്. ഇവിടെ ഈ പറയുന്ന വലിയ പാറക്കല്ല് വന്ന് ഈ വൃക്ഷങ്ങളെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നേ ഉള്ളൂ അല്ലെ. അവിടെ ഈ പറയുന്ന വലിയതായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും മറ്റേ വസ്തുക്കൾക്കോ മറ്റോ ഒരു എന്ത് ചെയ്യുന്നില്ല, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ അത് ദുരന്തം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. പക്ഷെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഈ B എന്ന് പറയുന്നതിനകത്ത് ഇവിടെ നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ നമുക്ക് ഇവിടെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാറക്കെട്ട് എന്ത് ചെയ്യും, വന്ന് ഈ പറയുന്ന വീടുകളിൽ മറ്റും മണ്ടയ്ക്ക് വീഴുന്നതായിരിക്കും. അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, അവരുടെ ജീവൻ നഷ്ടപ്പെടാം, അവരുടെ വസ്തുവകകൾക്ക് നഷ്ടപ്പെടാം, നാശനഷ്ടങ്ങളും മറ്റും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ B എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായ ആ ഒരു പ്രകൃതിക്ഷോഭമാണ് എന്തായിട്ട് മാറുന്നത്, അതൊരു ദുരന്തമായിട്ട് എന്ത് അത് മാറുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ മരുഭൂമിയിൽ എന്താണ് വലിയ മഴ ഉണ്ടാവുകയാണ് അല്ലെ, അല്ലെ അന്റാർട്ടിക്കയിൽ മണ്ണിടിച്ച് എന്താണ് ഈ പറയുന്ന മഞ്ഞുമല ഇടിഞ്ഞു വീഴുകയാണ്. അവിടെ അതൊന്നും എന്താകുന്നില്ല, അതൊരു ദുരന്തമാകുന്നില്ല, അതൊരു പ്രകൃതിക്ഷോഭമാണ്. പക്ഷെ എന്താകുന്നില്ല, ദുരന്തമാകുന്നില്ല. പക്ഷെ ആ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യനെ കാര്യമായിട്ട് ബാധിക്കുകയാണ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നതായിരിക്കും, ദുരന്തമായിട്ട് മാറുന്നതായിരിക്കും എന്നത് പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളെ ഈ നിവാരണത്തിന് വേണ്ടിയിട്ടും ലഘൂകരണത്തിന് വേണ്ടിയിട്ടും നമുക്ക് സർക്കാർ തലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്ന ചില വകുപ്പുകളും സംവിധാനങ്ങളും നമുക്ക് എന്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്
അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരുന്ന പരീക്ഷകൾക്ക് നമുക്കത് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. പ്രകൃതി ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് നമുക്കുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമുക്കുണ്ട്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, ദുരന്ത സാധ്യത അപകട സെല്ല് നമുക്ക് വരുന്നുണ്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണ പ്രവർത്തനങ്ങൾക്കുമായിട്ട് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് നമുക്കുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമുക്കുണ്ട്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ദുരന്ത സാധ്യത അപകട സെല്ല് നമുക്ക് വരുന്നുണ്ട്, അത് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലും നമുക്ക് എക്സാമുകൾക്ക് നമുക്ക് വന്നിട്ടുള്ളത്. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനകത്ത് അംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്ര അംഗങ്ങളാണോ, ചെയർമാൻ ആരാണ്, മെമ്പർ സെക്രട്ടറി ആരാണ്, കൺവീനർ ആരാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്, ഈ രീതിയിലേക്കുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യങ്ങളായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 2005 നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നമ്മൾ കൊണ്ടുവന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നമ്മൾ കൊണ്ടുവന്ന ഏത് വർഷമാണ്? 2005 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു കാര്യമാണ്, ഒരു നിയമമാണ്. ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ദേശീയ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് ചെയ്തു? സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും എന്ത് ചെയ്തു? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതും നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. ഈ പറയുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാകാൻ കാരണമായ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് നിയമമാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 2007 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഏത് വർഷം? 2007 നമ്മൾ കൊണ്ടുവന്നു. 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി കേരള സംസ്ഥാനം എന്തുകൊണ്ടു? കേരള സംസ്ഥാനത്ത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ നമ്മൾ കൊണ്ടുവരികയാണ്. കേരള സർക്കാർ കൊണ്ടുവരും 2007. ഈ റൂളിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആര് നിലവിൽ വരികയാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരിക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരികയാണ്. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കേരള സർക്കാരാണ് സ്ഥാപിച്ചത്. സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ആണ്. ഏത് റൂളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂള് 2007. അപ്പൊ ഞാൻ നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? ആ ഒരു വർഷം തീയതി കൊണ്ട് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? ഒന്ന് കമന്റ് ചെയ്യാം. നോക്കട്ടെ എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ. അത് ഒരു പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഘടന നമുക്കുണ്ട്, കുറച്ച് അംഗങ്ങൾ നമുക്കുണ്ട്. ചെയർപേഴ്സണും ഇത്ര അംഗങ്ങളും എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക നമ്മൾ പറയാം. നമ്മൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവൻ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതേപോലെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും ആരായിരിക്കും? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 2007 ഈ പറയുന്ന ദുരന്ത നിവാരണ ചട്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്തു? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു. 2010 നമ്മൾ അത് എന്ത് ചെയ്തു? അതിനകത്ത് കുറച്ച് ഭേദഗതികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റൂൾ പ്രകാരം നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരള മുഖ്യമന്ത്രി നമുക്ക് വരുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിയാണ് നമ്മുടെ ചെയർമാനായിട്ട് വരുന്നത്, എക്സ് ഒഫിഷ്യോ ചെയർമാനായിട്ട് വരുന്നത്. ആരാണോ മുഖ്യമന്ത്രിയാകുന്നത് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എന്തായിട്ട് മാറുകയാണ്? ചെയർമാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് എന്തുണ്ട്? വൈസ് ചെയർമാൻ നമുക്ക് വരുന്നുണ്ട്. വൈസ് ചെയർമാനായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് എന്തായിട്ട് വരുന്നത്? വൈസ് ചെയർമാനായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഒരു മന്ത്രി നമുക്ക് അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി നമുക്ക് അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ 2007 നമ്മൾ എന്ത് ചെയ്തു? റൂള് നമ്മൾ കൊണ്ടുവരുന്നു. 2010 നമ്മൾ റൂള് ഭേദഗതി ചെയ്യുന്ന ആ ഭേദഗതികളൊക്കെ പ്രകാരം നമുക്ക് മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും എന്തായിട്ട് വരുന്നത്? അംഗങ്ങളായിട്ട് നമുക്ക് വരുന്നുണ്ട്.
ഇനി അതിനുശേഷം നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, മുഖ്യ കാര്യനിർവഹണ ഓഫീസർ നമുക്ക് വരുന്നുണ്ട്. ആരാണോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത് അദ്ദേഹമാണ് എന്തായിട്ട് വരിക, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മുഖ്യ കാര്യനിർവഹണ ഓഫീസറായിട്ട് നമുക്ക് വരുന്നത്. അതേപോലെ നമുക്ക് റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി നമുക്ക് അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ILDM ഫാക്കൽറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫാക്കൽറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് 9ാമതായിട്ട് നമുക്ക് പറയുന്നത് ദുരന്ത നിവാരണ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള 2 വിദഗ്ധർ എന്നാണ് പറയുന്നത്. ദുരന്ത നിവാരണ രംഗത്ത് പ്രാഗൽഭ്യമുള്ള 2 വിദഗ്ധർ എന്ത് ചെയ്യുന്നുണ്ട്, അംഗങ്ങളായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് 2007 നമ്മൾ കൊണ്ടുവന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ പ്രകാരവും 2010 ഭേദഗതി പ്രകാരവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയും അംഗങ്ങൾ വരെ എന്ത് ചെയ്യാവുന്നതാണ്, കൊണ്ടുവരാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് 2016 നമ്മളൊരു ഭേദഗതി നമ്മൾ വരുത്തി. ആ ഭേദഗതി പ്രകാരം 2016 വളരെ ഇമ്പോർട്ടന്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, 2016 ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതി പ്രകാരം നമുക്ക് സംസ്ഥാന എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ നമ്മളുണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്റർ നമ്മളുണ്ട്. ആ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മുഖ്യ സയന്റിസ്റ്റിനെ, ഹെഡ് സയന്റിസ്റ്റിനെ നമ്മൾ മെമ്പർ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. അതും നമ്മളൊരു പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണ്? നമുക്ക് ഹെഡ് സയന്റിസ്റ്റ് ആണ്. എന്തിന്റെ ഹെഡ് സയന്റിസ്റ്റ് ആണ്? നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ സയന്റിസ്റ്റ് ആണ്, ഹെഡ് സയന്റിസ്റ്റ് ആണ് നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് നമുക്ക് വരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്, റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ്, അതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അതേപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇതെല്ലാം നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കൃഷി വകുപ്പ് മന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി വരണം, റവന്യൂ വകുപ്പ് മന്ത്രി നമുക്ക് വരേണ്ടതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് നിലവില് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയിലേക്ക് വരാം. നിലവിൽ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമുക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് നമുക്ക് അംഗങ്ങളായിട്ടുള്ളത് എന്ന് നമുക്ക് പഠിക്കാം. അത് നമുക്ക് പലപ്പോഴും നമുക്ക് പരീക്ഷ ചോദ്യങ്ങളായിട്ടൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വരാവുന്നതാണ്. അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിലവിലുള്ള അംഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയർമാനായിട്ട് നമുക്കുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. VD സതീശൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെയർമാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ചെയർമാനായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് വൈസ് ചെയർമാനായിട്ട് വരുന്ന നമുക്ക് ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത്. നിലവിലെ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ AP അനിൽകുമാർ ആണ്. അദ്ദേഹം നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് നമുക്കുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ 3ാമതായിട്ട് നമുക്ക് കൃഷി വകുപ്പ് മന്ത്രിയാണ്. കൃഷി വകുപ്പ് മന്ത്രിയെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? TA സിദ്ദിഖാണ്. അപ്പൊ നമുക്ക് ചെയർമാനായിട്ട് VD സതീശൻ നമുക്ക് വരുന്നു. മുഖ്യമന്ത്രി നമുക്ക് വൈസ് ചെയർമാനായിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൃഷി വകുപ്പ് മന്ത്രി നമുക്ക് ഒരു അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ആരാണ് നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി? TA സിദ്ദിഖാണ് നിലവിലെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് നമുക്കുള്ളത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി വേണം നമുക്ക് റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇതുവരെ നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇനി അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നമുക്ക് വരുന്നുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നിലവിലെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ്. അദ്ദേഹത്തിന്റെ പേര് ജയതിലക് എന്നാണ്. ഡോക്ടർ ജയതിലക് IAS ആണ് നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നമുക്കുള്ളത്. കേരള സംസ്ഥാനത്തിന്റെ എന്താണ് അദ്ദേഹം? ചീഫ് സെക്രട്ടറി ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് മെമ്പർ ആയിട്ട് നമുക്ക് ആര് വരുന്നുണ്ട്? നമുക്ക് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നമുക്ക് മെമ്പർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബിശ്വന്ത് സിൻഹ എന്നാണ്. ഓക്കെ, കൺവീനർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. കൺവീനർ നമുക്ക് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ MG രാജമാണിക്യം IAS നമുക്ക് കൺവീനർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും നമുക്കൊരു പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ആരാണ്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ ഡിസാസ്റ്റർ
ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന്റെ സെക്രട്ടറി ആരാണോ അദ്ദേഹമാണ് എന്തായിട്ട് വരിക, കൺവീനറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിലവില് നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ കൂടാതെ 5 അംഗങ്ങളോടെയാണ് നമുക്ക് നിലവിൽ എന്ത് ചെയ്ത് നമ്മൾ നിയമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. ഒരുപാട് വട്ടം നമുക്ക് പരീക്ഷകൾക്ക് നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ ഈ ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് പറയുന്നുണ്ട്. ദുരന്ത നിവാരണത്തിനും ലഘൂകരണ പ്രവർത്തനങ്ങൾക്കുമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ നോക്കിയേ, ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ദുരന്തം ഉണ്ടാകുക എന്നുള്ളത് അത് തടയാൻ നമുക്ക് എന്താണ് 100% നമുക്ക് സാധിക്കത്തില്ല അല്ലെ. പക്ഷെ അതിന്റെ ഇഫക്റ്റുകൾ മറ്റും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റുകളും മറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ആയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൈക്കിളായിട്ട് നമ്മൾ കാണിക്കും. ആ സൈക്കിളിനെയാണ് നമ്മൾ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ, ദുരന്ത നിവാരണ സൈക്കിൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണ സൈക്കിൾ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ദുരന്ത സമയത്ത് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. ദുരന്തം ഉണ്ടായതിനു ശേഷവും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്, ഈ പറഞ്ഞ ദുരന്ത നിവാരണ സൈക്കിൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ദുരന്ത നിവാരണത്തിനും അതിന്റെ ഇഫക്റ്റുകൾ നമ്മൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ നമ്മൾ വിളിക്കും. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ചില മുന്നൊരുക്കങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ എടുക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാം. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ചില ദുരന്തങ്ങൾ എന്ത് ചെയ്യാം, മുൻകൂട്ടി അറിയിക്കുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത് അല്ലെ. ഇപ്പൊ നമുക്കിപ്പോ ഇതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ കവചം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കവചം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? കവചം അല്ലെ. ഇപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഏതോ ഒരു ദിവസം, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങളുടെ ഫോണുകളൊക്കെ ഒരു ഉച്ച കഴിഞ്ഞ സമയം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനകത്തൊരു ഒരു സൈറൻ പോലൊരു സൗണ്ട് നിങ്ങളുടെ ഫോണുകളിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഒരു അലേർട്ട് നിങ്ങളുടെ ഫോണിൽ വന്നു അല്ലെ, ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കോഴിക്കോട് മഴ സാധ്യത കൂടുതലാണ്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നു. അതേപോലെ 2025 നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ 1 മണിക്കൂറിന്റെ ഇടവേളയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യമാണ് നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ഒരു അലേർട്ട് സൗണ്ടും മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നോക്കുക, ഇതെന്തോ നമുക്ക് എന്താണ്, ഇതൊരു മുന്നൊരുക്കമാണ് അല്ലെ. മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്താണ്, മുൻകൂട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അറിയിക്കുക. അപ്പൊ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ മറ്റും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. ഇപ്പൊ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? റെഡ്, ഓറഞ്ച്, യെല്ലോ അലേർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സ്ഥിരമായിട്ട് വീടുകളിലെല്ലാം നമ്മൾ കാണുന്നതാണ് അല്ലെ, നാളെ മഴയാണോ, റെഡ് അലേർട്ട് ആണോ, അവധിയാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വാർത്തയൊക്കെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, നാളെ റെഡ് അലേർട്ട് ആണ്, നാളെ അവധിയാണ്, സ്കൂളിൽ അവധിയാണ് എന്നൊക്കെ നമ്മളെ പിള്ളേരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൊഫഷണൽ കോളേജുകൾക്കൊന്നും അവധി കൊടുക്കൂല അല്ലെ. പിന്നീടൊക്കെയാണ് വന്നത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, മഴയുടെയൊക്കെ സമയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവധി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മറ്റൊക്കെ നമുക്ക് എത്തിയത് അല്ലെ. അപ്പൊ നമുക്ക് ഈ പറയുന്ന അലേർട്ടുകളും മറ്റും കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്, അതൊരു മുന്നൊരുക്കമാണ് അല്ലെ. മഴ സമയത്ത്, ശക്തമായ മഴ പെയ്യുന്ന സമയത്തൊക്കെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്, അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കാലേക്കൂട്ടി തന്നെ, മുൻകൂട്ടി തന്നെ ഉള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എടുക്കുന്നതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗങ്ങളും മറ്റുമൊക്കെയാണ് ആധുനികമായ സാങ്കേതിക വിദ്യയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ളൊക്കെ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയൊക്കെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, കവചം എന്ന് പറയുന്നത്. അതേപോലെ സുനാമിയുടെ സമയത്ത്, ഇപ്പൊ നമുക്ക് സുനാമി ഉണ്ടായ സമയത്ത് നമുക്ക് ഇനി ഒരു സുനാമിയുടെ ഇഫക്റ്റ് മറ്റും കുറയ്ക്കുന്നതിന് വേണ്ടി, ഇനി അടുത്തൊരു സുനാമി ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് മറ്റും കുറയ്ക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്തു, സുനാമി വാർണിംഗ് സിസ്റ്റംസ് മറ്റുമൊക്കെ എന്ത് ചെയ്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. സുനാമി വാർണിംഗ് സിസ്റ്റം മറ്റൊക്കെ നമ്മൾ കടകളിൽ മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ കടലിൽ ഈ ഭൂകമ്പം
ഭൂകമ്പവും മറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് സുനാമി ആയിട്ട് മാറാൻ സാധ്യതയുണ്ടോ എന്നതൊക്കെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യും, നമുക്കതിന്റെ എന്താണ് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള വാണിംഗ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് തരുന്നതാണ്. അപ്പൊ അതാണ് നമുക്ക് എന്ത് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ നമുക്ക് ലഘൂകരണ പ്രവർത്തനങ്ങളുമുണ്ട്, തയ്യാറെടുപ്പുകളുമുണ്ട്. ലഘൂകരണ പ്രവർത്തനങ്ങളുമുണ്ട്, തയ്യാറെടുപ്പുകളുണ്ട്. ആ ലഘൂകരണ പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുകളുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിറ്റിഗേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മിറ്റിഗേഷൻ എന്നും അതേപോലെ പ്രിപ്പൻഡൻസും തയ്യാറെടുപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങളിലാണ് ഏതൊക്കെ നമുക്ക് വരുന്നത്, ലഘൂകരണ പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത നമുക്ക് വരുന്നത് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനമാണ്. ഇപ്പോ നമ്മുടെ വയനാട് ആ ഒരു എന്താണ് ചൂരൽമലയിൽ ഉണ്ടായ ആ ഒരു ദുരന്തം അല്ലെ, 2018 19 ഉണ്ടായ ആ ഒരു വെള്ളപ്പൊക്കത്തിന് സമയത്തും അല്ലെ, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷയും അതേപോലെ മറ്റ് സഹായം നൽകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മൾ ദുരന്ത സമയത്ത് നമ്മൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പൊ ദുരന്ത സമയത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നതാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുക, ഒരുക്കുക എന്നുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം എന്ത് ചെയ്യുക, നടത്തുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ 2018 നമുക്ക് ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇപ്പൊ നമ്മളിൽ പലരും, പലരും ആൾക്കാരും പല ക്യാമ്പുകളിലും മറ്റും നിങ്ങൾ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അവിടുത്തെ ക്യാമ്പുകളിലേക്ക് നമ്മുടെ കേരളത്തിന്റെ വിവിധ വെള്ളപ്പൊക്കം ബാധിച്ചിട്ട് പല മേഖലകളിലേക്ക് ആവശ്യമുള്ള വസ്ത്രം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്കുള്ള ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി, വസ്ത്രം എത്തിക്കുന്നതിന്, സാനിറ്ററി പാഡുകൾ മറ്റും എത്തിക്കുന്നതിന് വേണ്ടി, മരുന്നുകൾ മറ്റും എത്തിക്കുന്നതിന് വേണ്ടി പല പല ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചാണ് നമ്മൾ ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു അല്ലെ. അതൊരു വീടുകളിലുള്ള ആൾക്കാരെ ചെന്ന് അവിടെ ചെന്ന് വീടുകൾ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു അല്ലെ. അപ്പൊ ദുരന്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ് നമുക്ക് വരുന്നത് ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം എന്നുള്ളതിനകത്ത് നമുക്ക് വരുന്നത് അല്ലെ. അപ്പം ദുരന്തം പൂർവ്വ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു, അതേപോലെ ദുരന്ത സമയത്ത് എടുക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുക, ഒരുക്കുക, റെഡിയാക്കുക, തയ്യാറാക്കുക. അതാണ് ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം നമുക്ക് വരുന്നത്. ഇനി ദുരന്തം ഉണ്ടായതിനു ശേഷം നമുക്ക് ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ദുരന്താനന്തര പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നോക്കിയാൽ വയനാട് ആ ചൂരൽമലയിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി, കംപ്ലീറ്റ് പ്രദേശം എന്ത് ചെയ്യും, നശിച്ചു പോയി അല്ലെ. അപ്പൊ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ നമ്മൾ എന്ത് കൊണ്ടുവന്നു, ടൗൺഷിപ്പുകളും മറ്റും കൊണ്ടുവന്നു. പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകൾ അല്ലാതെ അവരുടേതായ രീതിയിലും എന്ത് ചെയ്തു, പല കെട്ടിടങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ചു കൊടുക്കുകയും വേണ്ടി ചെയ്യുന്നുണ്ട്. 2018 19 വെള്ളപ്പൊക്ക സമയത്താണെങ്കിൽ നമ്മൾ വെള്ളം എല്ലാം ഇറങ്ങിയതിനു ശേഷം വീടുകൾ പോയിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നു അല്ലെ. കേടുപാടുകൾ പറ്റിയ വീടുകൾ എന്ത് ചെയ്തു, നന്നാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനം നമ്മൾ ചെയ്തു. ദുരന്താനന്തര പ്രവർത്തനങ്ങളാണ് അല്ലെ. അവരെ വീണ്ടും എന്ത് ചെയ്യാണ്, അവരുടെ ഒരു റെഗുലർ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ദുരന്ത ബാധിതരെ എന്ത് ചെയ്യുക, പുനരധിവസിപ്പിക്കുക എന്നുള്ളത്, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്ന നടപടികൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അതാണ് ദുരന്താനന്തര പ്രവർത്തനങ്ങൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്ന്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ദുരന്താനന്തര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കിൾ നമ്മൾ രൂപീകരിച്ച് ആ സൈക്കിളിനെയാണ് നമ്മൾ വിളിക്കുക ദുരന്ത നിവാരണ സൈക്കിൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കവചവുമായി ബന്ധപ്പെട്ട് ഇതും നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നമ്മൾ ചോദ്യമായിട്ട് നമുക്ക് വരാവുന്നതാണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കവചത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്, എന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത്. അതായത് ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കവചത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താണ്, കേരളയാണ്. K ഫോർ കേരളയാണ്. പിന്നെ W എന്ന് വെച്ചാൽ എന്താണ്, വാർണിംഗ്സ് ഉണ്ട്. പിന്നെ ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് കവചത്തിന്റെ പൂർണ്ണ രൂപം. കേരള, വാർണിംഗ്സ്, ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് കവചത്തിന്റെ പൂർണ്ണരൂപമായിട്ട് നമുക്കുള്ളത്. കേരള, വാർണിംഗ്സ്, ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം, അതാണ് കവചത്തിന്റെ പൂർണ്ണരൂപമായിട്ട് നമുക്ക് ഉള്ളത്. വേൾഡ് ബാങ്കിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവചം പദ്ധതി നമ്മൾ എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കി നമ്മൾ
എടുക്കുന്നത്. ഓക്കെ, അപ്പൊ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കവചവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനങ്ങൾ ഉറപ്പാക്കി സംസ്ഥാനം നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം, കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കവചം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ദുരന്ത പൂർവ്വ പ്രവർത്തനങ്ങൾ വരുന്നതാണോ, ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങൾ വരുന്നതാണോ, അത് ദുരന്താനന്തര പ്രവർത്തനങ്ങൾ വരുന്നതാണ്? ഏതാണ്? ദുരന്ത പൂർവ്വ പ്രവർത്തനം, ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വരുന്നതാണ് കവചം എന്ന് നമ്മൾ പറയുന്നത്. വാണിംഗ് മറ്റും നമ്മൾ എന്ത് ചെയ്യാൻ നൽകുകയാണ്. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെ ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിലുള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കവചം പോലുള്ള ദുരന്ത സാധ്യത മുന്നറിയിപ്പ് എന്താണ് നൽകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള SMS, സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്താവിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും സൈറൻ, സ്ട്രോബ് ലൈറ്റ് ശൃംഖല പ്രവർത്തിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തലങ്ങളിൽ നടപടി സ്വീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് നമുക്കുള്ളത്. അല്ലെ, എവിടെങ്കിലും ഒരു ദുരന്ത സാധ്യത കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുക. അല്ലെ, ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള SMS സംവിധാനത്തിലൂടെയും സൈറനിലൂടെയും നമ്മൾ മറ്റേ റെഡ് ലൈറ്റ് പോലെ സ്ട്രോബ് ലൈറ്റുകളിലെ ആ ലൈറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും എന്ത് ചെയ്യുക, അതിനുള്ള മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്തിന്റെ പ്രധാന ലക്ഷ്യം, കവചത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു കവചവുമായി ബന്ധപ്പെട്ട് കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ആധുനിക സാങ്കേതിക വിദ്യകളെ ഏകോപിച്ചുകൊണ്ടുള്ള ദുരന്ത അപകട സാധ്യത കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ബുദ്ധിപരമായ തീരുമാനം പിന്തുണയും അത് ഇന്റലിജന്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, കവചം എന്ന് പറയുന്നത്. ഈ സംവിധാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഏപ്രിൽ 1 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. 2024 ഏപ്രിൽ 1 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2025 ജനുവരി 21 കേരള മുഖ്യമന്ത്രി ഇതെന്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 2024 ഏപ്രിൽ 1 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എപ്പോഴാണ്? 2025 ജനുവരി മാസം 21 മലയാളത്തിലാണ് നമ്മൾ കവചം എന്ന വാക്ക് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ദുരന്തങ്ങളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു കവചം എന്ന ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് എന്ത് കവചം എന്നുള്ളൊരു വാക്ക് നമ്മൾ രൂപീകരിച്ച് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാർ ചില ദുരന്തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ടുള്ള സ്റ്റേറ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ദുരന്തങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ദേശീയ തലത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദുരന്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ വെള്ളപ്പൊക്കം, ഫ്ലഡ് എന്ന് പറയുന്ന വെള്ളപ്പൊക്കം ദേശീയ തലത്തിൽ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മണ്ണിടിച്ചിൽ ദേശീയ തലത്തിൽ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതേപോലെ വരൾച്ച ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ദേശീയതല ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂകമ്പം, മേഘവിസ്ഫോടനം ഇതെല്ലാം ദേശീയ തലത്തിൽ ദുരന്തങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആലിപ്പഴ വർഷം, കൊടുങ്കാറ്റ്, സുനാമി, കാട്ടുതീ, കീടാക്രമം, അതേപോലെ തന്നെ തണുത്ത തിരമാല, മഞ്ഞ്, ഹിമപാതം, COVID-19 ഇതെല്ലാം നമ്മൾ എന്താണ് ദേശീയ തലത്തിൽ ദുരന്തങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ കേരള സംസ്ഥാനത്തിന് മാത്രമായിട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദുരന്തങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പരീക്ഷകൾക്കൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. അത് ഏതാണ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമുക്ക് തീരദേശത്തുണ്ടാകുന്ന മണ്ണൊലിപ്പ്, അല്ലെ, തീരദേശത്തുണ്ടാകുന്ന മണ്ണൊലിപ്പൊക്കെ എന്താണ് ഒരു ദുരന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സംസ്ഥാനം പ്രഖ്യാപിച്ചു. ആ ശംഖുമുഖ മേഖലയിലൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പണ്ട് ഒരു 6-7 വർഷം മുമ്പുള്ള ഒരു രീതിയിലാണോ ശംഖുമുഖ മേഖല നമുക്ക് ഇപ്പോൾ ഉള്ളത്? കടൽ കയറി കുറെ എന്ത് ചെയ്തു, റോഡ് ഉൾപ്പെടെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അല്ലെ, എയർപോർട്ടിന്റെ ആ ഒരു റൺവേയുടെ ഒക്കെ ഏകദേശം അടുത്ത് വരെയൊക്കെ നമുക്ക് ആ ഒരു ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലെ, അപ്പൊ ഈ പറയുന്ന തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന മണ്ണൊലിപ്പായിക്കോട്ടെ, മിന്നലായിക്കോട്ടെ, ശക്തമായ കാറ്റ്, അതേപോലെ സോയിൽ പൈപ്പിംഗ് നമ്മൾ വിളിക്കുന്ന മണ്ണ് പൈപ്പിംഗ്, അതേപോലെ ഉഷ്ണതരംഗം, സൂര്യതരംഗം,
സൂര്യാഘാതം, സൂര്യതാപം മൂലമുള്ളവ. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കുക മനുഷ്യ വന്യജീവി സംഘർഷം. മനുഷ്യ വന്യജീവി സംഘർഷം അല്ലെ, വയനാട് ഇടുക്കി മേഖലകളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. കാട്ടാന ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം കേരള സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ കടലിലുണ്ടായ MSC എൽസ 3 ആ ഒരു കപ്പൽ തകർന്ന് വീണിട്ട് ഓയിൽ സ്പില്ലേജും കെമിക്കൽ സ്പില്ലേജും എല്ലാം നമുക്ക് ഉണ്ടായില്ലേ? ആ ഒരു കപ്പൽ തകർന്നുണ്ടായതും എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഒരു ദുരന്തമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉയർന്ന വേലിയേറ്റ വെള്ളപ്പൊക്കവും കേരള സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ മാത്രമായിട്ടൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്, നമുക്ക് ഈ പറഞ്ഞ കേരള സംസ്ഥാനത്തിന്റെ മാത്രമായിട്ടുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണ്, സ്റ്റേറ്റ് സ്പെസിഫൈഡ് ആയിട്ട് ദുരന്തങ്ങൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. ഏറ്റവും അവസാനമായിട്ട് സ്റ്റേറ്റ് സ്പെസിഫൈഡ് ആയിട്ട് ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് ഏതാണ്? ഉയർന്ന വേലിയേറ്റ സമയത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഈ പറയുന്ന മനുഷ്യ വന്യജീവി സംഘർഷവും നമുക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നത്. MLC എൽസ നമുക്ക് ഇത് ചോദ്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ടില്ല, പക്ഷെ കറണ്ട് അഫയേഴ്സിന്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് ഇത് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് പോകാം. വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, നമ്മൾ അല്ലാതെ 10th ലെവൽ പരീക്ഷകൾക്കൊക്കെ ഈ വാട്ടർ ഷെഡ് മാനേജ്മെന്റിൽ, തണ്ണീർത്തട പരിപാലനത്തിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണ് തണ്ണീർത്തടം എന്നുള്ളതിന് ഒരു ചെറിയൊരു ഡെഫിനേഷൻ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കിടപ്പുണ്ട് പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തണ്ണീർത്തടങ്ങൾ നമ്മൾ വിളിക്കുന്നത്. വയലുകള്, കുളങ്ങള്, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും എന്തിനകത്ത് വരുന്നു? തണ്ണീർത്തടത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഉപരിതലത്തിലുള്ള ആ ഒരു ജലം. അതായത് നോക്കിക്കേ, ഉപരിതല ജലമാണ് അല്ലെ. ഈ ഉപരിതല ജലം സ്വാഭാവികമായി സംഭരിക്കപ്പെടുന്ന ഇടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തണ്ണീർത്തടങ്ങൾ നമ്മൾ വിളിക്കുന്നത്. വയലുകളായിക്കോട്ടെ, കുളങ്ങളായിക്കോട്ടെ, ചതുപ്പ് നിലങ്ങളായിക്കോട്ടെ, താഴ്ന്ന പ്രദേശങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എന്തിനകത്ത് വരുന്നുണ്ട്? തണ്ണീർത്തടത്തിനകത്ത് വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടങ്ങളിൽ ശേഖരിക്കുന്ന ജലമാണ് ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാകുന്നത് അല്ലെ. ഈ പറയുന്ന നമ്മുടെ ഭൂമിക്ക് മേളിൽ അല്ലെ കെട്ടിക്കിടക്കുന്ന ആ ജലം എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങിച്ചെന്ന് നമ്മൾ എന്ത് ചെയ്തു? ഭൂഗർഭ ജലത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ ഈ തണ്ണീർത്തടങ്ങൾ മറ്റും നമ്മൾ നശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ സർഫസിലുള്ള വാട്ടറിന്റെ ആ ഒരു ജലത്തിന്റെ അംശം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കുറയുമ്പോൾ ഭൂഗർഭ ജലത്തിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും അല്ലെ. അപ്പൊ വേനൽക്കാലം മറ്റും ആവുന്ന സമയത്ത് കിണറുകളിൽ മറ്റും നമുക്ക് എന്തുണ്ടാകത്തില്ല? വെള്ളവും മറ്റും നമുക്ക് ഉണ്ടാകത്തില്ല. കുടിവെള്ളക്ഷാമവും മറ്റും നമുക്ക് എന്ത് ചെയ്യും? അനുഭവപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് ഇനി പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക? കിണറുകളിലെ ജലനിരപ്പുകൾ എന്ത് ചെയ്യുന്നു? താഴും. അതേപോലെ ചെറിയ മഴയിൽ പോലും നദികളിൽ എന്ത് ചെയ്യുന്നു? വെള്ളപ്പൊക്കം ഉണ്ടാകും. ചെറിയൊരു മഴ പെയ്താൽ പോലും എന്ത് ചെയ്യും? നദികളിലും മറ്റും എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ ഇത് ഉണ്ടാകുന്നതാണ്. അപ്പൊ സ്വാഭാവികമാണ് ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ആ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് എന്തുണ്ടായിരിക്കും? പല പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. എന്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും? കിണറുകളിൽ ജലനിരപ്പ് താഴും, കിണറുകളിൽ വെള്ളം ഉണ്ടാകില്ല. അതേപോലെ ചെറിയൊരു മഴ വരികയാണെങ്കിൽ തന്നെയും എന്ത് ചെയ്യും? വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാകാനുള്ള സാധ്യതകളും കൊണ്ടുവരുന്നതാണ്. ഇത് പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രത്യേക ഒരു കാര്യം നോക്കുക. വയലുകളും കുളങ്ങളും ചതുപ്പ് നിലങ്ങളും എല്ലാം എന്താണ്? തണ്ണീർത്തടങ്ങളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിയമം പറയുമ്പോൾ അവിടെ ചെറിയൊരു മാറ്റം ഉണ്ട്, അതും പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഈ പറയുന്ന തണ്ണീർത്തട പരിപാലന, വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ തണ്ണീർത്തട പരിപാലനം എന്ന് പറയുമ്പോൾ നോക്കണം. നമുക്ക് ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇമേജ് വരയ്ക്കുകയാണ്. അതാ ഇതൊരു എന്താണ്? ഒരു മലയാണ്. ഓക്കെ, ഇവിടെ മേഘങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കൊണ്ട് മഴ പെയ്യുകയാണ്. മഴ പെയ്ത് വെള്ളം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒലിച്ചു വരുന്നു. വെള്ളം എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ഇങ്ങനെ ഒലിച്ചു വരികയാണ്. വെള്ളം ഒലിച്ചു വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുറച്ച് കുളങ്ങളിൽ സംഭരിക്കുന്നു, നദിയിലേക്ക് വെള്ളം വരുന്നുണ്ട് അല്ലെ. അതേപോലെ ഇവിടെ കുറച്ച് ചതുപ്പ് നിലങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട്, ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നു. ഓക്കെ, കുറെ വെള്ളം എന്ത് ചെയ്യും? ഭൂമിക്ക് അടിയിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഊർന്നിറങ്ങി പോവുകയും ഭൂമിക്ക്
ഭൂമിക്ക് അടിയിലേക്ക് ഊർന്നിറങ്ങി പോകും. ഓക്കെ, അപ്പൊ ഈ തണ്ണീർത്തട പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് പ്രദേശങ്ങളുടെ പരിപാലനം എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രദേശം എടുത്ത് മാത്രമല്ല നമ്മൾ എന്ത് പരിപാലിക്കുക. അവിടെയുള്ള മണ്ണായിക്കോട്ടെ, ജലമായിക്കോട്ടെ, വൃക്ഷജലാതിഥികളായിക്കോട്ടെ, എല്ലാത്തിന്റെയും പരിപാലനം എന്ത് ചെയ്യും അതിനകത്ത് നമുക്ക് വരുന്നതാണ്. അപ്പൊ തണ്ണീർത്തട പരിപാലനം എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള വന്യജീവികളുടെയും സസ്യജാലങ്ങളെയും ബാധിക്കാത്ത വിധത്തിൽ ഭൂമി, വനം, ജലസ്രോതസ് എന്നിവ ഉപയോഗിക്കുന്ന നീർത്തട പരിപാലനം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. പ്രാദേശികമായിട്ടുള്ള വന്യജീവികളായിക്കോട്ടെ, സസ്യജാലങ്ങളെ ആയിക്കോട്ടെ, വൃക്ഷലതാദികളെ ആയിക്കോട്ടെ, അവയൊന്നും ബാധിക്കാത്ത തരത്തില് ഭൂമി, വനം, ജലസ്രോതസ്സുകൾ കംപ്ലീറ്റിന്റെ പരിപാലനം നമ്മൾ വരുമ്പോഴാണ് നമുക്കത് എന്തെന്ന് പറയുന്നത് നീർത്തട പരിപാലനം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ തണ്ണീർത്തട പരിപാലനം നമ്മൾ പറയുന്നത്. ഈ തണ്ണീർത്തട പരിപാലന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ലക്ഷ്യമായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും മണ്ണിന്റെയും ജലത്തിന്റെയും പരിപാലനമാണ്. മണ്ണിന്റെയും ജലത്തിന്റെയും പരിപാലനം നമുക്ക് അവിടെ വരുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക സ്ഥിരപ്പെടുത്തുന്നു. നോക്കട്ടെ എങ്ങനെ സമ്പദ് വ്യവസ്ഥ സ്ഥിരപ്പെടുന്നു. നോക്ക്, നല്ല രീതിയിൽ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ലഭിക്കുകയാണ്. ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ലഭിക്കുന്നു, നല്ല രീതിയിൽ ജലവും ലഭിക്കുകയാണെങ്കിൽ കൃഷിക്കാർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല വിളവെടുക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല സമ്പാദ്യം എന്ത് അവർ കിട്ടുന്നതായിരിക്കും. സ്ഥിരമായ സമ്പാദ്യം അവർക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെ, അപ്പൊ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യാൻ സ്ഥിരപ്പെടുത്താനായിട്ട് സാധിക്കും. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ, കൃഷിക്കും മറ്റും ആവശ്യമായുള്ള പിന്തുണയും മറ്റും ലഭിക്കുന്നതായിരിക്കും. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് തണ്ണീർത്തട പരിപാലനം സഹായകമാകുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, വന്യജീവികളുടെ സംരക്ഷണം, ഇതെല്ലാം എന്തിന്റെ ഇത് കൂട്ടത്തിലൊക്കെ പോകും, തണ്ണീർത്തട പരിപാലന കൂട്ടത്തിൽ നമുക്ക് പോകുന്നതാണ്. അല്ലെ, അപ്പൊ നിങ്ങളുടെ വീടുകളുടെ അടുത്തൊക്കെ തണ്ണീർത്തടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ആ മേഖലകളിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ആ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാൻ പറ്റും. അല്ലെ, അവിടെ ആ ഒരു പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയായിക്കോട്ടെ, മണ്ണ്, ജലമായിക്കോട്ടെ, അതെല്ലാം എന്ത് ചെയ്യും പരിപാലിക്കപ്പെടുന്നതായിരിക്കും. കൃഷിക്കാർക്ക് ആവശ്യമുള്ള പിന്തുണകൾ ലഭിക്കുന്നതായിരിക്കും. അല്ലെ, സമ്പദ് വ്യവസ്ഥ വളരുന്നതായിരിക്കും. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മറ്റും വരും. ഇതൊക്കെ എന്തിന്റെ ഈ ലക്ഷ്യത്തിൽ വരുന്നതാണ്, നീർത്തട പരിപാലനത്തിന്റെ ലക്ഷ്യങ്ങളിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ തണ്ണീർത്തടങ്ങളെ നമുക്ക് അതിന്റെ ആ ഒരു ഏരിയക്ക് അനുസരിച്ച്, അതിന്റെ ഡ്രെയിനേജിനനുസരിച്ച്, അതിന്റെ ആകൃതിയെ മറ്റും അടിസ്ഥാനമാക്കിയിട്ട്, ഭൂവിനിയോഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് പലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ക്ലാസിഫൈ നമുക്ക് ചെയ്യാതെയാണ്. അപ്പൊ ഇവിടെ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് മിനി വാട്ടർ ഷെഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. മിനി വാട്ടർ ഷെഡ് അല്ലെ, അപ്പൊ എന്താണ് മിനി വാട്ടർ ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തണ്ണീർത്തടത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 മുതൽ 100 ഹെക്ടർ വരെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മിനി വാട്ടർ ഷെഡ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി 100ന് മുകളിലും നമുക്ക് ഒരു 1000 ഹെക്ടർ വരെ ആകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൈക്രോ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് മൈക്രോ വാട്ടർ ഷെഡിന് വിളിക്കാം. ഇനി 1000 ഹെക്ടറിന് മുകളിലും 10,000 വരെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മില്ലി വാട്ടർ ഷെഡ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ 10,000 ഹെക്ടറിന് മുകളിലും 50,000 വരെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സബ് വാട്ടർ ഷെഡ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഇനി 10,000 മുതൽ 50,000 വരെയാണെങ്കിൽ സബ് വാട്ടർ ഷെഡ് എന്ന് വിളിക്കുന്നു. 50,000 മുകളിലാണ് എന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, മാക്രോ വാട്ടർ ഷെഡ് നമ്മൾ വിളിക്കുന്നു. ഇവിടെ നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത് 10 ഹെക്ടർ, അത് ഏത് തരത്തിലുള്ള വാട്ടർ ഷെഡിനകത്താണ് നമുക്ക് വരുന്നത്, ഏതിനകത്താണ് നമുക്ക് മിനി വാട്ടർ ഷെഡിനകത്താണ് നമുക്ക് വരിക. മിനി, അപ്പൊ മിനി ഉണ്ട്, മൈക്രോ ഉണ്ട്, മില്ലി ഉണ്ട്, സബ് ഉണ്ട്, അതേപോലെ നമുക്ക് എന്തുകൊണ്ട് മാക്രോ വാട്ടർ ഷെഡ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫെബ്രുവരി 2 എല്ലാ വർഷവും നമ്മൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് ഈ തണ്ണീർത്തട ദിനങ്ങളുടെ ആശയങ്ങൾ നമുക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമുക്ക് കുറച്ച് 2023 മുതലുള്ള ആ തണ്ണീർത്തട ദിനങ്ങളുടെ ആശയങ്ങളോട് നമുക്ക് നോക്കി പോകാം. അപ്പൊ 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ ആശയമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ്. ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ് 2023 തണ്ണീർത്തട ദിനത്തിന്റെ ആശയം എന്ന് പറയുന്നത്. 2024 തണ്ണീർത്തട ദിനത്തിന്റെ ആശയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നായിരുന്നു 2024 ആശയമായിട്ട് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ 2025 ആശയമായിട്ട് നമുക്കുണ്ടായിരുന്നത് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. എന്നായിരുന്നു 2025 ആശയം. അങ്ങനെയാണെങ്കിൽ 2026 ആശയം എന്താണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ ആശയം എന്താണ് എന്ന് കമന്റ് ചെയ്യുക. ഞാനിവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്, വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ് 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ ആശയമായിട്ട് നമുക്ക് ഉള്ളത്. ഓക്കെ,
ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ കേരളത്തില് ഈ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയൊക്കെ സംരക്ഷണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നിയമം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2008. ആ നിയമത്തിന്റെ പേരാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് നമ്മൾ പറയും. ഓക്കെ, കേരള കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 എന്നാണ് നമ്മൾ അതിനെ പറയാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ് നമ്മൾ അതിനെ നമ്മൾ വിളിക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു നിയമം നമ്മൾ സമഗ്രമായിട്ട് കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും അനധികൃതമായിട്ട് നികത്തുന്നത്, പരിവർത്തനപ്പെടുത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടും ശിക്ഷാർഹമാക്കുന്നതിന് മറ്റും വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു നിയമം വരുന്നതിന് മുമ്പ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് 1970 നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു, ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യതയും നമുക്കുണ്ടായിരുന്നു. പക്ഷേ 2000 തുടക്കത്തിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ കൃഷി ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞു, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അളവ് നമ്മൾ കുറഞ്ഞു, നമ്മുടെ കൃഷിഭൂമികളും മറ്റും അനധികൃതമായിട്ട് നിരത്തി പരിവർത്തനപ്പെടുത്തി മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റും തുടങ്ങുകയുണ്ടായി. അപ്പൊ കേരളത്തിലുള്ള നെൽവയലുകളായിക്കോട്ടെ, ഈ പറയുന്ന തണ്ണീർത്തടങ്ങളായിക്കോട്ടെ, അനധികൃതമായിട്ട് നികത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുന്നതും തടയുന്നതിന് വേണ്ടിയിട്ടും ശിക്ഷാർഹമാക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിനും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും മറ്റും വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. ആ നിയമത്തെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് 2008 28ാമത്തെ നിയമം എന്ന് നമ്മൾ വിളിക്കും. അത് 2008 കൊണ്ടുവന്ന 28ാമത്തെ നിയമം എന്നാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതേപോലെ പഠിച്ചിരുന്നോണം. കാരണം ഇത് നമുക്ക് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കേരള സംസ്ഥാനത്തെ കൃഷി രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക വ്യവസ്ഥയും സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ പരിവർത്തനപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നതിനുമുള്ള ആക്ട് ആണ് ഏതെന്ന് പറയുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. കേരളത്തിലുള്ള സംസ്ഥാനത്തെ കൃഷിരംഗത്തെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക, കൃഷിക്ക് ആവശ്യമായ സംരക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ എന്ത് ചെയ്യുക, നിലനിർത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെൽവയലുകളും തണ്ണീർത്തടങ്ങളും മറ്റും എന്ത് ചെയ്യുക, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവ പരിവർത്തനപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും മറ്റും നിയന്ത്രിക്കുന്നതിനും മറ്റും വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. നമ്മൾ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് നമുക്ക് 2008 12ാം തീയതിയാണ്, 8ാം മാസം 12ാം തീയതിയാണ് അല്ലെ. 12/8/2008 12/8/2008 നമ്മുടെ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്, PYQ കൂടിയാണ്. പക്ഷെ അന്ന് പരീക്ഷയ്ക്ക് വന്ന സമയത്ത് നമുക്ക് അവിടെ ഉത്തരമായിട്ട് തന്നത് 11/8/2008 ആയിരുന്നു. 11/8/2008 നമ്മുടെ കേരള ഗവർണർ ഒപ്പുവെക്കുന്നതും 12/8/2008 എന്ത് ചെയ്തത്, നമ്മുടെ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് അന്ന് പരീക്ഷ ചോദിച്ചപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് 11/8 ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് അതേ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കുക, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 12/8/2008 12/8/2008 പ്രാബല്യത്തിൽ വന്നത് എന്ന് പഠിച്ചിരിക്കുക. ഈ ഒരു നിയമം നമ്മുടെ കേരള സംസ്ഥാനം മുഴുവൻ അതെന്തുണ്ട്, ബാധകമാണ്. കേരള സംസ്ഥാനം മുഴുവൻ നിയമം എന്താണ്, ബാധകമാണ് എന്നുള്ള കാര്യം പഠിച്ചിരിക്കുക. നമ്മൾ 2008 ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് ഒരു നിയമം നമ്മൾ കൊണ്ടുവന്നിട്ടാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ്. 1967 കേരള ഭൂവിനിയോഗ ഉത്തരവ് കൊണ്ടുവന്നായിരുന്നു. ഈ കേരള ഭൂവിനിയോഗ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കൃഷിഭൂമികളും നെൽവയലും തണ്ണീർത്തടങ്ങളും മറ്റും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ പോരുന്നത്. ഓക്കെ, 2008 നിയമം നിലവിൽ വന്നപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള നെൽവയലും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏത് നിയമത്തിന്റെ കീഴിൽ വന്നു, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് കീഴിൽ വരികയാണ്. അപ്പൊ അതോടെ നിങ്ങൾ ഓർത്തിരിക്കുക. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് പ്രാബല്യത്തിൽ 1967 മുതൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന കേരള ഭൂവിനിയോഗ ഉത്തരവായിരുന്നു നമുക്ക് നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിന് ബാധകമായിട്ടുള്ള നിയമം. ഓക്കെ, അപ്പൊ കേരള ഭൂവിനിയോഗ ഉത്തരവിനെ മാറ്റിക്കൊണ്ടാണ് ഏത് നിയമം നമുക്ക് വരുന്നത്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരള ഭൂവിനിയോഗ ഉത്തരവിനെ മാറ്റിക്കൊണ്ടാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഇതിനകത്ത് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനകത്ത് തണ്ണീർത്തടം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. വകുപ്പ് 218 തണ്ണീർത്തടത്തിന് നിർവചനം നൽകുന്ന വകുപ്പ് 218 പ്രീവിയസ് ഇയർ ചോദ്യമാണ്.
അപ്പൊ ഈ തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ കേരള നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട്, അതായത് നമ്മുടെ മണ്ണ് എന്താണ് ജലപൂരിതമാക്കിക്കൊണ്ട് നമ്മുടെ കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ അതിന് തൊട്ടടുത്തായിട്ടുള്ളയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാകുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, തണ്ണീർത്തടം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് തണ്ണീർത്തടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് ജലപൂരിതമാക്കിയിരിക്കുന്ന ഒരു പ്രദേശം. അവിടെ ആ പ്രദേശത്ത് നമുക്ക് എന്തുണ്ട്, ജലം ഒന്നുകിൽ എന്ത് ചെയ്യാം, മന്ദഗതിയിൽ ഇങ്ങനെ പയ്യെ 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 ഒഴുകി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജലം എന്താണ് കെട്ടിക്കിടക്കുന്നതായിരിക്കാം. ആ ജലത്തിന്റെ ആ ഒരു നിരപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് എന്താണ് ആ ഒരു സർഫസ് ലെവൽ വരെ, നമുക്ക് ടോപ്പ് ലെവൽ വരെ നമുക്ക് വരാം, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ജലത്തിന്റെ ആ ഒരു എന്തുണ്ടായിരിക്കും, ആ ഒരു നിരപ്പ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ എവിടം വരെ, ഉപരിതലം വരെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ വരെയോ ആയിരിക്കുന്നതും ആഴം കുറഞ്ഞതും അവിടെ ആഴം വളരെ കുറവായിരിക്കും, ആഴം കുറഞ്ഞതും ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ആയിട്ടുള്ള പ്രദേശത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാവുന്നതാണ്, തണ്ണീർത്തടം എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് നമുക്കുള്ളത്. പക്ഷേ ഡെഫിനിഷൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടില്ല. നമുക്ക് ഈ തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് വരുന്നത്, അപ്പൊ എന്തൊക്കെയാണ് തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായലുകൾ നമുക്ക് വരുന്നുണ്ട്, അഴിമുഖങ്ങൾ വരുന്നുണ്ട്, ചേറ്റുപ്രദേശങ്ങൾ വരുന്നുണ്ട്, കടലോര കായലുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ഊരുള്ള ചതുപ്പ് നിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ എന്നിവയാണ് എന്തിനകത്ത് വരുന്നത്, തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ വരുന്നത്. എന്തൊക്കെ വരുന്നുണ്ട്, കായലുകൾ വരുന്നുണ്ട്, കായലുകൾക്കാവും ജലം വളരെ പയ്യല്ലേ ഒഴുകത്തുള്ളൂ, അഴിമുഖങ്ങളിൽ ജലം പയ്യാണ് പോകുന്നത്, ചേറ്റ് പ്രദേശങ്ങളിൽ വെള്ളവും മറ്റും എന്താണ് കെട്ടിക്കിടക്കാൻ ഉപരിതലം വരെ കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്, കടലോര കായലുകളുണ്ട്, കണ്ടൽക്കാടുകൾ വരുന്നുണ്ട്, ചതുപ്പ് നിലങ്ങൾ വരുന്നുണ്ട്, ഓരുള്ള ചതുപ്പ് നിലങ്ങൾ വരുന്നുണ്ട്. ഇവയാണ് തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ നമുക്ക് വരുന്നത്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 2018 നമ്മുടെ നിയമത്തെ നമ്മൾ ഭേദഗതി ചെയ്തു. ആ ഭേദഗതിയിലൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, നെൽവയലുകളും നദികളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചിരിക്കണം. നെൽവയലുകളും നദികളും എന്തിനകത്ത് വരുന്നില്ല, തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളില് വരുന്നില്ല. നെൽവയലുകളും നദികളും തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ വരുന്നില്ല. ഇത് പഠിച്ചിരിക്കുക. ഇത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷകൾക്ക് നമുക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അന്ന് പക്ഷേ ഈ വയലുകൾ നമുക്ക് എന്താണ് തണ്ണീർത്തടം നിർവചനത്തിനുള്ളിൽ വരുന്ന ഈ രീതിയിലായിരുന്നു PSC ഉത്തരം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പഴയ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ നിയമം വെച്ച് നോക്കുമ്പോൾ നെൽവയലുകളും നദികളും എന്ത് നിർവചനത്തിനുള്ളിൽ വരുന്നില്ല, തണ്ണീർത്തടം എന്ന നിർവചനത്തിനുള്ളിൽ വരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ഇതിനകത്ത് പഠിച്ചിരിക്കുക. നമുക്ക് ഈ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, രൂപാന്തരം നമുക്ക് പെടുത്താവുന്നതാണ്. നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ചെറിയ തോതിൽ നമുക്ക് രൂപാന്തരപ്പെടുത്താം. നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് അതീതമായിട്ടാണ്, അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ നെൽവയലുകളോ തണ്ണീർത്തടങ്ങളോ രൂപാന്തരപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 6 മാസത്തിൽ കുറയാത്തതും 3 വർഷം വരെയാകാവുന്നതുമായ തടവും 50,000 രൂപയിൽ കുറയാത്തതും 1,00,000 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴയും ലഭിക്കുന്നതായിരിക്കും. 3 വർഷത്തിൽ കുറയാത്തതും അല്ലെ, ഏറ്റവും കൂടിയ ശിക്ഷ എത്രയാണ്, 3 വർഷം. പരമാവധി 3 വർഷം നമ്മൾ ശിക്ഷ നമുക്ക് ലഭിക്കും അല്ലെ. ഏറ്റവും കുറഞ്ഞ ശിക്ഷ 6 മാസമാണ് അല്ലെ. അപ്പൊ 6 മാസത്തിൽ കുറയാത്തതും 3 വർഷത്തിൽ കൂടാത്തതുമായിട്ടുള്ള 6 മാസത്തിൽ കുറയാത്തതും 3 വർഷത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവ് ശിക്ഷയും 50,000 രൂപയിൽ കുറയാത്തതും അതേപോലെ തന്നെ 1,00,000 രൂപയിൽ കൂടാത്തതുമായിട്ടുള്ള പിഴയും നമുക്ക് ലഭിക്കും അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, 6 മാസം മുതൽ
3 വർഷം വരെയുള്ള തടവും 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാകുന്ന പിഴയും 1,00,000 രൂപ വരെയാകുന്ന പിഴയും ലഭിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം കേട്ടോ. അപ്പൊ 2018 ഭേദഗതിയാണ് ഇതിനകത്ത് എന്ത് ചെയ്ത് ചെറിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. 2018 ഭേദഗതി വരുന്നതിന് മുമ്പ് 2 വർഷം നമുക്ക് പരമാവധി തടവ് ശിക്ഷ അത് നമ്മൾ എത്രയാക്കി 3 വർഷം എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി. 3 വർഷം എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് തണ്ണീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു കേരള ഗവേണൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കീമുകളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള കുറച്ച് സ്കീമുകൾ എന്ത് ചെയ്യാം ഞാനൊന്ന് പറയാം. റീസെന്റ് ആയിട്ട് പരീക്ഷകൾക്ക് വന്നിട്ടുള്ള കുറച്ച് പദ്ധതികൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഒരു പദ്ധതിയാണ് സത്യമേവ ജയതേ എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഒരെണ്ണം നമുക്കുള്ളത് അല്ലെ. അപ്പൊ സത്യമേവ ജയതേ എന്ന് വെച്ച് നമ്മൾ എന്താണ്, കേരള സർക്കാർ നമ്മൾ ആരംഭിച്ച ഒരു ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ആണ് ഏതെന്ന് പറയുന്നത്, ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം ആണ് സത്യമേവ ജയതേ. ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം ആണ് കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം ആണ് സത്യമേവ ജയതേ എന്ന് പറയുന്നത്. അടുത്ത അതേപോലുള്ള ഒരെണ്ണമാണ് ഉണർവ് എന്ന് പറയുമ്പോൾ സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കാനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉണർവ് എന്ന് പറയുന്നത്. സ്കൂൾ കോളേജ് പരിസരങ്ങൾ എന്ത് ചെയ്യാണ്, ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഉണർവ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് തൂഫാൻ പോലുള്ള കാര്യങ്ങളില്ലേ, അതേപോലെ തന്നെ സ്കൂളും ക്യാമ്പസുകളും ഒക്കെ എന്താണ്, കോളേജ് ക്യാമ്പസുകളൊക്കെ ലഹരി മുക്തമാക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഉണർവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചായം എന്ന് പറഞ്ഞ പദ്ധതി. ചായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ഫ്രണ്ട്ലി അങ്കനവാടി ഈൽഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ എന്നാണ് ചായത്തിന്റെ പൂർണ്ണരൂപം അല്ലെ. പണ്ടത്തെ അങ്കനവാടികൾ നോക്കി, ഇന്നത്തെ അങ്കനവാടികൾ നോക്ക്. ഇന്നത്തെ അങ്കനവാടികൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മിക്കി മൗസ് അല്ലെ, ഡോറ ബുജി അല്ലെ, അയൺമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. വളരെ കളർഫുൾ ആയിട്ടുള്ള അങ്കനവാടികളും മറ്റൊക്കെയാണ് ഇപ്പോൾ നമുക്കുള്ളത് അല്ലെ. മൃണാണി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഇനി അതിലൊക്കെ ഇല്ലോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ അടുത്തിടെ നമുക്ക് ശംഖുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലെ. നമ്മുടെ സാർ അതുമായി ബന്ധപ്പെട്ട ഒരു കോഡൊക്കെ നമ്മൾ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ വകുപ്പൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ മൻസൂർ സാറൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലെ. അപ്പൊ ഈ ചായ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ അംഗനവാടികളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ചായം പദ്ധതി. അംഗനവാടികളെ കൂടുതൽ ശിശു സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം പദ്ധതി. അപ്പൊ ഇനി അടുത്തൊരു പദ്ധതി നമുക്ക് എന്താണ്, ഓപ്പറേഷൻ യെല്ലോ ആണ്. ഓപ്പറേഷൻ യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനർഹമായി മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്നത് അല്ലെ. ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ് അല്ലെ. ഈ ഒരു APL BPL കാർഡുകാരൊക്കെ നമുക്കില്ലേ, പച്ച മഞ്ഞ നീല കാർഡുകാരൊക്കെ ഉണ്ട്. അപ്പൊ അനധികൃതമായിട്ട് എന്ത് ചെയ്യും, തെറ്റായിട്ടുള്ള ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഇവരെന്ത് ചെയ്യും, കാർഡിന്റെ ഈ പറയുന്ന എന്ത് ചെയ്യും, കാർഡുകളൊക്കെ എന്ത് ചെയ്യും, അവർ കരസ്ഥമാക്കും. അങ്ങനെ അനർഹമായിട്ട് നമുക്ക് ഈ പറയുന്ന റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്നത്. അനുയാത്രാ പദ്ധതിയുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് അനുയാത്രാ പദ്ധതി. ഭിന്നശേഷിക്കാരന് ആയിട്ടുള്ള കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്രാ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സധൈര്യം മുന്നോട്ട് പദ്ധതി. അതിൽ നമ്മൾ പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നിർഭയ ദിനത്തിൽ പൊതു ഇടം എന്റെ ഇടം എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച രാത്രികാല നടത്തമാണ് ഇത് സധൈര്യം മുന്നോട്ട്. സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നിർഭയ ദിനത്തില് പൊതു ഇടം എന്റെ ഇടം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു രാത്രികാല നടത്തം, സ്ത്രീകളെ ഉൾക്കൊള്ളിച്ച് രാത്രികാല നടത്തം സംഘടിപ്പിച്ച ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സധൈര്യം മുന്നോട്ട് പദ്ധതി എന്ന് പറയുന്നത്. സ്നേഹതീരം പദ്ധതി എന്ന് പറയുമ്പോൾ തീരദേശ മത്സ്യബന്ധനം, വിപണനം, സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകൾക്ക് ലക്ഷ്യമിട്ടുള്ള അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള
കീഴിലുള്ള സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതിയാണ് സ്നേഹതീരം പദ്ധതി. സ്നേഹതീരം പദ്ധതി എന്ന് പറയുന്നത്. മാതൃയാനം പദ്ധതി ഒരുപാട് വട്ടം പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. മാതൃയാനം പദ്ധതി പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായിട്ട് വാഹനത്തിൽ വീടുകളിൽ അവരുടെ വീടുകളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. മാതൃയാനം പദ്ധതി പ്രസവശേഷം അമ്മയും കുട്ടികളെ എന്ത് ചെയ്യുക, സൗജന്യമായിട്ട് വാഹനത്തിൽ വീടുകളിൽ എത്തിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മാതൃയാനം പദ്ധതി എന്ന് പറയുന്നത്. കൈത്താങ് പദ്ധതി. കൈത്താങ് പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൈത്താങ് പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൈത്താങ് പദ്ധതി. സ്നേഹസ്പർശം പദ്ധതി ഒരുപാട് വട്ടം പരീക്ഷകൾക്ക് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിതരായിട്ടുള്ള അമ്മമാരാകുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തികമായ സഹായം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത്. ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിതരായിട്ടുള്ള അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത്. ഇനി വി മിഷൻ കേരള പദ്ധതി ഉണ്ട്. ഇത് നമ്മൾ വനിതാ സംരംഭകരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് വി മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. വനിതാ സംരംഭകരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വായ്പകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KDISC ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് വി മിഷൻ കേരള എന്ന് പറയുന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി ഇതും ഒരുപാട് വട്ടം പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് എൻഡോസൾഫാൻ അല്ലേ, സംസ്ഥാനത്ത് എൻഡോസൾഫാൻ മൂലം ഉണ്ടായിട്ടുള്ള രോഗബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വന പദ്ധതി. നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പരീക്ഷകൾക്ക് നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ LD പരീക്ഷകൾക്ക് നമുക്ക് സ്നേഹസാന്ത്വന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. സശസ്ത്രം പദ്ധതി നമുക്ക് വരുന്നുണ്ട്. കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ സർവേയാണ് കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ KFC, പൊറോട്ട, ബീഫ്, ചിക്കൻ അല്ലേ, അവിടെ വൈകിട്ട് എന്ത് ചെയ്യുന്നു, ചായ അല്ലെ, എണ്ണക്കടികൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. അപ്പൊ അവരിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഭക്ഷണങ്ങൾ മൂലമുള്ള അല്ലെ, രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നു, രാവിലെ ലേറ്റായിട്ട് എണീക്കുന്നു, കൃത്യസമയത്ത് ഒരു ഉറക്കവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ പറയുന്ന കൗമാരക്കാരായിട്ടുള്ള ആൾക്കാരിൽ ജീവിതശൈലി രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആരോഗ്യ വകുപ്പ് ഒരു സർവേ നടത്തി നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുണ്ട്. അതാണ് നമ്മള് സശസ്ത്രം പദ്ധതി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ആവാസ് പദ്ധതി ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്ക് കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് പദ്ധതി എന്ന് പറയുന്നത്. സ്നേഹധാര പദ്ധതി 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ പ്രശ്നങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളർച്ചാ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിട്ട് അവർക്ക് ആയുർവേദ ചികിത്സയും മറ്റും ലഭ്യമാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ചികിത്സാ സംവിധാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദ വകുപ്പുമായിട്ട് ചേർന്നിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഏത്, നമ്മുടെ ഈ പറയുന്ന സ്നേഹധാര പദ്ധതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട മേഖല. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആക്ടുകളിലേക്ക് ഇമ്പോർട്ടന്റ് ആക്ട്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്ന മേഖല. നല്ല ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. നമുക്ക് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകത്തില് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതും രസിച്ചതുമായിട്ടുള്ളൊരു അതാണ് അല്ലെ. ഒരു കടയിൽ, എറണാകുളത്ത് ഒരു കടയിൽ പൊറോട്ട വാങ്ങുന്നു അല്ലെ. അപ്പൊ കുറച്ച് പൊറോട്ട ബീഫ് വാങ്ങുന്നു, കുറച്ച് ഗ്രേവി കൊടുക്കുന്നു, കടക്കാരൻ ഗ്രേവി കൊടുക്കുന്നില്ല.
ആ കടയിൽ വന്ന ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ എന്ത് ചെയ്തു? കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ കേസ് കൊടുക്കുന്നു. അപ്പോൾ കോടതി വിധിച്ചു പൊറോട്ട ബീഫ് വാങ്ങുമ്പോൾ ഗ്രേവി നൽകണമെന്ന് നിർബന്ധമില്ല, അത് കടക്കാരന്റെ തീരുമാനത്തിനാണ് എന്ന രീതിയിൽ ഒരു വിധിയൊക്കെ നമുക്ക് എന്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പൊറോട്ട ബീഫും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഭക്ഷണ ഇനമാണ് നമ്മുടെ പൊറോട്ടയും ബീഫും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പോകാം. നമ്മൾ പല തരത്തിലും നമ്മൾ ഉപഭോക്താക്കളെ എന്ത് ചെയ്യാറുണ്ട്? ചൂഷണം ചെയ്യാറുണ്ട്. അപ്പൊ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള നിയമം നമ്മൾ കൊണ്ടുവന്നു. അതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ പറയുന്നത്. നമുക്ക് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നമ്മൾ ഇന്ത്യയിൽ നമുക്ക് വരുന്നത്. 86 നിയമത്തെ നമ്മൾ എന്ത് ചെയ്തു? പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ. അപ്പോ ഉപഭോക്താക്കളെ പല തരത്തിലും ചൂഷണം ചെയ്യാറുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാറുള്ളത് എന്ന കാര്യം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കാറുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ചൈന സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും ക്വാളിറ്റി ഒന്നും ഇല്ല. മെയ്ഡ് ഇൻ ചൈന നമ്മൾ കടയിൽ പോയി നമ്മൾ വാങ്ങും അല്ലെ? അതേപോലെ നമുക്ക് പണ്ട് കാലത്ത് ഹെൽമെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കിയപ്പോൾ എല്ലാവരും പോയി ഹെൽമെറ്റ് വാങ്ങുന്നു അല്ലെ? പക്ഷെ ആ ഹെൽമെറ്റ് ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെ ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് നമ്മൾ കൊണ്ടുവരണം നിർബന്ധമാക്കുന്നത്. ISI മുദ്രയുള്ളത് ഹെൽമെറ്റുകൾ നമ്മൾ കൊടുക്കാൻ തുടങ്ങി അല്ലെ? അപ്പൊ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിറ്റ് നമ്മൾ ഉപഭോക്താക്കൾ എന്ത് ചെയ്യാറുണ്ട്? ചൂഷണം ചെയ്യാറുണ്ട് അല്ലെ? പലപ്പോഴും നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലാണ്, ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലാണ് നമുക്ക് വരുന്നത്. രണ്ടാമതായിട്ട് മായം ചേർക്കാറുണ്ട് അല്ലെ? നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു മുളക് പൊടി, ഒരു കമ്പനി മാർക്കറ്റിൽ ഇറങ്ങി, നല്ല ചുമന്നിരിക്കുന്ന മുളക് പൊടി. കമ്പനി പറഞ്ഞു കാശ്മീരി മുളകൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ മുളക് പൊടി വാങ്ങിച്ച് കഴിച്ച ആൾക്കാർക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങി. പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ മുളക് പൊടിയിൽ മുളകിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ വീടൊക്കെ പണിയാനായിട്ട് ഒരു ചുമന്ന ഇഷ്ടികയില്ലേ, അത് പൊടിച്ച് ചേർത്തിരിക്കുകയാണ് എന്നുള്ളത്. അപ്പം മായം ചേർക്കുന്നു. പാലിൽ മായം ചേർക്കാറുണ്ട്. പെട്രോൾ പമ്പിലൊക്കെ നമുക്ക് പെട്രോളിലും ഡീസലിലൊക്കെ മണ്ണെണ്ണ ചേർക്കാറുണ്ട്. ഇത്തരത്തിലൊക്കെ മായം ചേർത്ത് കൊടുക്കാറ് നമുക്കുണ്ട്. അത്തരം ചൂഷണം ചെയ്യാറുണ്ട്. അമിത വില ഈടാക്കുന്നു. 10 രൂപയാണെങ്കിൽ 11 രൂപ ഈടാക്കും അല്ലെ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളത്തിനൊക്കെ ഇപ്പോൾ GST ഒക്കെ കുറച്ചപ്പോൾ നമ്മൾ 1 രൂപയൊക്കെ നമ്മൾ കുറഞ്ഞു. പക്ഷെ ഇപ്പോഴും പല കടക്കാരും എന്ത് ചെയ്യാണ്? കൂടിയ വില തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈടാക്കുന്നത്. മരുന്നുകൾക്ക് വില കുറഞ്ഞു, GST കുറഞ്ഞ വില കുറഞ്ഞു. പക്ഷെ പല കടക്കാരും എന്ത് ചെയ്തു? കൂടിയ വില തന്നെയാണ് പല ഈടാക്കുന്നത്. അപ്പൊ അമിത വില ഈടാക്കി നമ്മൾ ചൂഷണം ചെയ്യാറുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാറുണ്ട്. പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ ചെന്നിട്ട് ഇപ്പോൾ 1 ലിറ്ററിന്റെ പെട്രോൾ അടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് 1 ലിറ്റർ നമുക്ക് കിട്ടൂല. 900 ഇതൊക്കെ ആയിരിക്കും ML ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ചൂഷണം ചെയ്യാറുണ്ട്. സേവനങ്ങൾ ലഭ്യമാകുന്ന കാലതാമസം വരുത്തി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ചൂഷണം ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തില് പല തരത്തിൽ നമ്മൾ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാറുണ്ട്. ഈ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് മറ്റും വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ പറയുന്നത്. അപ്പൊ പുതിയ SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മളൊരു കാര്യത്തെ നമ്മൾ പറയുന്നുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. ആദ്യമായിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾക്കൊള്ളിച്ച കാര്യമായതുകൊണ്ട് തന്നെ പരീക്ഷ നമുക്ക് ചോദിക്കാവുന്നതാണ്. 1986 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. 1966 ബോംബെയിൽ നമ്മൾ എന്ത് സ്ഥാപിക്കുകയാണ്? കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്ഥാപിക്കുന്നു. ആ ഒരു സ്ഥാപനം നിലവിൽ വരുന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റുകൾ, പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യയിൽ ആരംഭിക്കുന്ന നിലവിൽ വരുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹ്യ മുന്നേറ്റമാണിത്. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇവയുടെ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നവയാണ്. പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം. ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഉപഭോക്തൃ തട്ടിപ്പുകൾ എന്ത് ചെയ്യുക? തടയുക. ഉപഭോക്താവിനെ എന്ത് ചെയ്യുക? ശാക്തീകരിക്കുക. നിയമനിർമ്മാണം നടത്തുക. പരസ്യങ്ങൾ സത്യസന്ധത വിവരങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. രാഷ്ട്രീയ വേദികൾ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് നമുക്കുള്ളത്. പഠിച്ചിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ പരീക്ഷയിലേക്ക് നമുക്ക് പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അല്ലെ? അപ്പം ചൂഷണങ്ങൾക്കെതിരായിട്ട് സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനായി നിയമനിർമ്മാണം ആവശ്യമാണ്. ശ്രദ്ധിച്ചോണം. അടുത്ത പോയിന്റ്, 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം അംഗീകരിച്ചു. 1985 ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു മാർഗരേഖ ഐക്യരാഷ്ട്രസഭ കൊണ്ടുവരുന്നു.
ആ നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ കൊണ്ടുവന്നു. 1986 ഡിസംബർ മാസം 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നത് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരുന്നോണം. 1986 ഡിസംബർ മാസം 24 ഈ 86 നിയമത്തിനെ 2019 നമ്മളിതിനെ മാറ്റം ചെയ്തുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നമ്മൾ കൊണ്ടുവന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വരുന്നത് 2020 ജൂലൈ മാസം 20 ജൂലൈ മാസം 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വരുന്നത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് എന്നാണ്? 2020 ജൂലൈ മാസം 20 നിലവിൽ വരുന്നത്. എല്ലാ വർഷവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. എല്ലാ വർഷവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് നമ്മൾ ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? ആചരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമുക്ക് 2026 ലോക ഉപഭോക്തൃ ദിനമുണ്ട്. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. എന്നാണ്? മാർച്ച് മാസം 15. ഈ ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 ആശയം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് പ്രോഡക്ട്സ് കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ് എന്നാണ്. സേഫ് പ്രോഡക്റ്റ് കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ് എന്നാണ് 2026 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം. 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നാണ്. ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നാണ് 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2025 നമ്മുടെ ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം 2025 ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം എന്താണ് എന്ന് ചോദിച്ചാൽ എഫിഷ്യന്റ് ആൻഡ് സ്പീഡി ഡിസ്പോസൽ ത്രൂ ഡിജിറ്റൽ ജസ്റ്റിസ് എന്നാണ്. എഫിഷ്യന്റ് ആൻഡ് സ്പീഡി ഡിസ്പോസൽ ത്രൂ ഡിജിറ്റൽ ജസ്റ്റിസ് എന്നാണ് 2024 ലോക ഉപഭോക്തൃ ദിനത്തിന് 2025 സംസ്ഥാന 2025 ദേശീയ ഉപഭോക്തൃ ദിനം 2025 ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ ആശയം. ഓക്കെ, അപ്പൊ 2026 2025 ആശയങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി 86 നിയമവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറയുന്നുണ്ട്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് 1986 പാർലമെന്റ് ഇരുസഭകളും പാസ്സാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ 1986. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത് 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്പഷ്ടമായിട്ട് എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. അതേപോലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. ഉപഭോക്തൃ കോടതികൾ സ്ഥാപിച്ചു. ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഇനി കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾക്ക് എന്താണ്? എല്ലാം കൊമേഴ്സ് ആണ്. പക്ഷെ നമുക്ക് 86 നിയമത്തിനകത്ത് ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആമസോൺ, മിന്ത്ര, ബിസ്, ഫ്ലിപ്കാർട്ട് പോലുള്ള കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ അവിടെ പല രീതിയിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ നൂതന കാലഘട്ടത്തിലുള്ള ആ ഒരു ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 86 നിയമത്തെ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് 2019 നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നമ്മൾ കൊണ്ടുവന്നു. 86 നിയമത്തെ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമം കൊണ്ടുവരുന്നത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. പക്ഷേ 2020 ജൂലൈ മാസം 20 നിലവിൽ വന്നത്. ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ പുതിയ നിയമം നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപഭോക്തൃ കോടതികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3 തലങ്ങളിൽ ഉപഭോക്തൃ കോടതികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം നമ്മൾ ആരംഭിക്കുന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നതോട് കൂടിയിട്ടാണ്.
മൂന്ന് തലങ്ങളിൽ നമുക്ക് ഉപഭോക്തൃ കോടതികൾ നമുക്കുണ്ട്. ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുമുണ്ട്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഉപഭോക്തൃ കോടതികളിലേക്കും നമുക്ക് ചെന്ന് പരാതിയുമായി പോകാൻ പറ്റുന്നതിനകത്ത് ഒരു സാമ്പത്തിക അധികാര പരിധി നമ്മൾ പറയുന്നുണ്ട്. ആ സാമ്പത്തിക അധികാര പരിധി നമുക്ക് പഠിച്ചിരിക്കണം. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പറയാം. പക്ഷെ അത് പഴയ ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ പുതിയത് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ മൂന്ന് ഉപഭോക്തൃ കോടതികളായിട്ട് നമുക്ക് വരുന്നത് ജില്ലാ തലത്തിൽ നമുക്ക് ജില്ലാ ഉപഭോക്തൃ കോടതി നമുക്ക് വരുന്നുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ കോടതി നമുക്ക് വരുന്നുണ്ട്. ഇനി ദേശീയ തലത്തിലാണെങ്കിൽ നമുക്ക് ദേശീയ ഉപഭോക്തൃ കോടതി നമുക്ക് വരുന്നുണ്ട്. ആ ദേശീയ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് അപ്പീലുമായിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം? സുപ്രീം കോടതിയിലേക്ക് നമുക്ക് അപ്പീലുമായിട്ട് നമുക്ക് പോകാം. അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കൂ. നമുക്ക് ഈ പറയുന്ന 2019 നിയമം 20 ജൂലൈ 2020 നമുക്ക് നിലവിൽ വരുന്ന സമയത്ത് ജില്ലാ ഉപഭോക്തൃ കോടതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരങ്ങൾക്ക്, തർക്ക പരിഹാരങ്ങൾക്ക് ജില്ലാ ഉപഭോക്തൃ കോടതിയിലേക്ക് നമുക്ക് പോകാം. ഈ ജില്ലാ ഉപഭോക്തൃ കോടതി തന്നെയാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് തർക്ക പരിഹാര കമ്മീഷൻ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2020 നമ്മുടെ നിയമം നിലവിൽ വരുന്ന സമയത്ത് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ ഒരു സാമ്പത്തിക അധികാര പരിധി എന്ന് പറയുന്നത് 1 കോടി രൂപ വരെ, 1 കോടി രൂപ വരെ തർക്ക പരിഹാരം ജില്ലാ ഉപഭോക്തൃ കോടതിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി സംസ്ഥാന ഉപഭോക്തൃ കോടതിയാണ് എന്നുണ്ടെങ്കിൽ 1 കോടിക്ക് മുകളിലും 10 കോടി വരെയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയിലേക്ക് നമുക്ക് 1 കോടിക്ക് മുകളിൽ 10 കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയിലേക്ക് നമുക്ക് പോകാമെന്നായിരുന്നു. അതേസമയം ദേശീയ ഉപഭോക്തൃ കോടതിയാണെങ്കിൽ 10 കോടിക്ക് മുകളിൽ എത്രയാണെങ്കിലും 10 കോടിക്ക് മുകളിൽ എത്രയാണെങ്കിലും നമുക്ക് എങ്ങോട്ട് പോകാം? ദേശീയ ഉപഭോക്തൃ കോടതിയിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 2021 നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തു? മാറ്റം നമ്മൾ വരുത്തി. 2021 നമ്മൾ ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റം നമ്മൾ വരുത്തി. ആ മാറ്റം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. ജില്ലാ ഉപഭോക്തൃ കോടതിയിലാണ് എന്നുണ്ടെങ്കിൽ 2021 നമ്മൾ ഭേദഗതിയിലൂടെ നമ്മൾ മാറ്റം വരുത്തിയത് എന്ന് പറയുന്നത് 50 ലക്ഷം വരെയാണ്. 50 ലക്ഷം വരെയുള്ള തർക്ക പരിഹാരങ്ങൾക്ക് നമുക്ക് ജില്ലാ ഉപഭോക്തൃ കോടതിയിലേക്ക് നമുക്ക് പോകാം. 50 ലക്ഷം വരെ ജില്ലാ ഉപഭോക്തൃ കോടതിയിലേക്ക്. 50 ലക്ഷത്തിന് മുകളിൽ 2 കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി 2 കോടിക്ക് മുകളിൽ എത്രയാണെങ്കിലും നമുക്ക് എവിടെ പോകാം? ദേശീയ ഉപഭോക്തൃ കോടതിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നത് 2020 നമുക്ക് നിയമം നിലവിൽ വരുന്ന സമയത്തുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2021 ഭേദഗതിക്ക് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ഇത് രണ്ടും വെച്ചുള്ള ചോദ്യങ്ങൾ എന്താണ് നമുക്ക് ചോദിക്കാറ് നമുക്കുണ്ട്. ഇനി 86 നമ്മൾ പഠിച്ചിരിക്കണം. ആ നമ്മൾ ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം, ഇമ്പോർട്ടന്റ് ആക്ടിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യം ആദ്യം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഈ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമം സംരക്ഷണ നിയമം 2007 നിലവിൽ വരാൻ കാരണമായ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ഇതാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 41 ആണ്. ആർട്ടിക്കിൾ നമ്പർ 41 അതിന്റെ ഉത്തരം. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ നമ്പർ 41 എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ചെറിയൊരു അസൈൻമെന്റ് ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. അപ്പൊ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്പർ 41 പ്രകാരമാണ് മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷണ നിയമം 2007 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് നമ്മുടെ ലോക്സഭ പാസ്സാക്കുന്നത് 2007 ഡിസംബർ മാസം 5 ലോക്സഭ പാസ്സാക്കുന്നു. രാജ്യസഭ ഡിസംബർ മാസം 6 പാസ്സാക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2007 ഡിസംബർ മാസം 29 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നു. പക്ഷേ നിലവിൽ വന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ വന്നത് 2008 സെപ്റ്റംബർ മാസം 24 നമ്മുടെ നിയമം എന്ത് ചെയ്യുന്നു? നിലവിൽ 2008 നിയമം 2007 പക്ഷെ നിലവിൽ വന്ന എന്നാണ് 2008 സെപ്റ്റംബർ മാസം 24 നിയമം നിലവിൽ വരുന്നത്. ഇത് ഒരു പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് നമുക്കുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമുക്ക് പഠിച്ചിരിക്കണം. ഈ നിർവചനങ്ങൾ പലതും നമ്മൾ പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ആ നിർവചനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് കുട്ടി എന്താണ്. അപ്പൊ കുട്ടിക്ക് നിർവചനം നൽകുന്ന വകുപ്പ് 2A ആണ്. കുട്ടിക്ക് നിർവചനം നൽകുന്ന വകുപ്പ് സാധാരണഗതിയിൽ നമ്മളൊരു കുട്ടി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ് 18 വയസ്സ് താഴെയുള്ള ആരെയും നമ്മൾ കുട്ടി എന്ന രീതിയിൽ നമ്മൾ പറയും. പക്ഷെ ഇവിടെ
മാതാപിതാക്കളെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷണ നിയമത്തിനകത്ത് നമ്മൾ കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ അല്ല, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ്. 18 വയസ്സിന് മുകളിലുള്ള മകനോ മകളോ പൗത്രനോ പൗത്രിയോ അവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത്, മൈനർ അല്ലാത്ത മേജർ ആയിട്ടുള്ള. അപ്പൊ മാതാപിതാക്കൾ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന് പറയുമ്പോൾ മകനോ മകളോ പൗത്രനോ പൗത്രിയോ, പക്ഷെ അവരുടെ വയസ്സ് എത്രന് മുകളിലായിരിക്കണം? 18 വയസ്സിന് മുകളിലായിരിക്കണം. മൈനർ ആയിട്ടുള്ള ആൾക്കാരാകാൻ പാടില്ല, മേജർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അവരെയാണ് നമ്മൾ കുട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 2B എന്ന് പറഞ്ഞ വകുപ്പ് പഠിക്കണം. ക്ഷേമം എന്താണ്? ക്ഷേമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും ആവശ്യമായിട്ടുള്ള ആഹാരത്തിനും വസ്ത്രത്തിനും വസതിക്കും വൈദ്യ ചികിത്സയ്ക്കും ഒക്കെയുള്ള എന്ത് ചെയ്യുക സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംരക്ഷണം നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ബന്ധു ഉണ്ട്. ബന്ധു 2G ആണ് ബന്ധു എന്ന് നിർവചനം നൽകുന്നത്. അപ്പൊ പലപ്പോഴും ഈ മാതാപിതാക്കൾക്ക് മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് കുട്ടികൾ ഇല്ലാത്തവര് എന്ത് ചെയ്യും? അവർ അനന്തരാവകാശികളായിട്ട് അവരാരെങ്കിലും എന്ത് തീരുമാനിക്കും, അല്ലെങ്കിൽ അവരുടെ വസ്തുവകകൾ മറ്റാർക്കെങ്കിലും എന്ത് നൽകാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ബന്ധു എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം, ആ ബന്ധു എന്ന് പറയുമ്പോഴും അവരുടെ പ്രായം എത്ര വയസ്സിന് മുകളിലായിരിക്കണം? 18 വയസ്സിന് മുകളിലായിരിക്കണം. 18 വയസ്സിന് മുകളിൽ ആയിരിക്കണം. ബന്ധു എന്ന് പറയുമ്പോൾ കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്റെ മരണശേഷം ആ വ്യക്തിയുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന അനന്തരാവകാശമായി ലഭിച്ചതോ ആയ മൈനർ അല്ലാത്ത അതായത് 18 വയസ്സ് തികഞ്ഞ മേജർ ആയിട്ടുള്ള നിയമപരമായ അവകാശി എന്നാണ് ഇവിടെ ബന്ധു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ കുട്ടികളില്ലാത്ത മാതാപിതാക്കളും മുതിർന്ന പൗരന്മാർ അവർ കാലശേഷം അവരുടെ സ്വത്തുക്കൾ അനന്തരാവകാശമായിട്ട് ലഭിച്ചിട്ടുള്ള എന്താണ് നിയമപരമായിട്ടുള്ള അവകാശി, മൈനർ അല്ലാത്ത 18 വയസ്സ് തികഞ്ഞിട്ടുള്ള നിയമപരമായ അവകാശിനെയാണ് എന്തെന്ന് പറയുന്നത്? ബന്ധു എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാണ് മുതിർന്ന പൗരൻ? ഒരുപാട് വട്ടം പരീക്ഷകൾ വന്നിട്ടുള്ള ചോദ്യം കൂടെയാണ്. മുതിർന്ന പൗരൻ നിർവചനം നൽകുന്ന വകുപ്പ് 2H. നമ്മളെല്ലാവരും 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് മുതിർന്ന പൗരൻ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ നിയമത്തിൽ നമ്മൾ പറയുന്നത് ആരാണ് മുതിർന്ന പൗരൻ ചോദിച്ചു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരന്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനുമാണ്. അല്ലാതെ ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിയുമല്ല. 60 വയസ്സിന് മുകളിലുള്ള ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിയുമല്ല. 60 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനുമാണ് മാതാപിതാക്കൾ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷണ നിയമപ്രകാരം നമ്മൾ ആരായിട്ട് കണക്കാക്കുന്ന മുതിർന്ന പൗരൻ. അവിടെ ഇന്ത്യൻ പൗരൻ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരുന്നോണം. പരീക്ഷയിൽ അതൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ആരാണ് മുതിർന്ന പൗരൻ? മുതിർന്ന പൗരൻ നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്? 2H ആണ് മുതിർന്ന പൗരന് നിർവചനം നൽകുന്ന വകുപ്പ്. ഓക്കെ, ഇനി മാതാപിതാക്കൾ മുതിർന്ന പൗരൻ ക്ഷേമ സംരക്ഷണ നിയമത്തിൽ നമുക്കൊരു വകുപ്പുണ്ട്. 4 എന്നൊരു വകുപ്പുണ്ട്. ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ 4ാമത്തെ വകുപ്പാണ് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരൻ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 4ാമത്തെ വകുപ്പാണ് നമ്മുടെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 4ാമത്തെ വകുപ്പാണ്. അപ്പൊ 4ാമത്തെ വകുപ്പിൽ നമ്മൾ പറയുന്നത് സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ ആ വ്യക്തിയുടെ ഉടമസ്ഥ സ്വത്തിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത മുതിർന്ന പൗരന്, അല്ലെ? ഇപ്പൊ ഒരു മാതാപിതാക്കളുണ്ട്, മുതിർന്ന പൗരന്മാരുണ്ട്, അവർക്ക് സ്വന്തമായി ഇഷ്ടംപോലെ സ്വത്തുണ്ട്. പക്ഷെ അവരുടെ സ്വത്ത് വെച്ച് അവർക്ക് അവർക്ക് സ്വയം സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് പ്രായപൂർത്തിയായ 1 അതിലധികമോ കുട്ടികൾക്കെതിരെയോ കുട്ടികളില്ലാത്ത മുതിർന്ന പൗരൻ അദ്ദേഹത്തിന്റെ ബന്ധുവിനെതിരെ സംരക്ഷണത്തിനായിട്ട് എന്ത് ചെയ്യാം? സംരക്ഷണത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഈ അപേക്ഷ ഒന്നുകിൽ അവർക്ക് സ്വയമേ സമർപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ വഴി അവർക്ക് സമർപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തികൾ വഴി വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. മെയിൻ്റനൻസ് ട്രൈബ്യൂണലാണ് എന്ത് ചെയ്യുന്ന ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യം ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താം. ഇപ്പൊ ഒരു മുതിർന്ന പൗരനുണ്ട്, വിഭാര്യനായിട്ടുള്ള മുതിർന്ന പൗരനാണ്, അദ്ദേഹത്തിന്റെ പേര് A എന്നാണ്. അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്, XYZ എന്ന് പറഞ്ഞ 3 കുട്ടികളുണ്ട്. ഓക്കെ, ഒരു കുട്ടിക്ക് വയസ്സ് 30 വയസ്സ്, ഒരു കുട്ടിക്ക് വയസ്സ് 25 വയസ്സ്, ഒരു കുട്ടിക്ക് വയസ്സ് 14 വയസ്സ്. ഈ 3 കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എന്ത് ചെയ്തു? അദ്ദേഹം തുല്യമായിട്ട് വീതിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം പ്രായപൂർത്തിയാകുന്നു, മുതിർന്ന പൗരനാകുന്ന 60 വയസ്സ്, 65 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ആർക്കാണുള്ളത് എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടായിരുന്നു. Xന് Yക്കും മാത്രമായിട്ടാണോ,
അത് 3 പേർക്കും തുല്യമായിട്ടാണോ, എക്സിന് മാത്രം വൈക്ക് മാത്രം? ഏതാണ് ശരി ഉത്തരം? എക്സിനും വൈക്കും തുല്യമായിട്ടാണ്. കാരണം കുട്ടിയാണല്ലോ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എത്രയാണ്? മേജർ ആയിട്ടുള്ള ആൾക്കാരാണ്, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമുക്കത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നിയമത്തിലേക്ക് നമുക്ക് പോകുകയാണ്. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട കാര്യം. പോക്സോ നിയമത്തിന്റെ പൂർണ്ണ രൂപം തന്നെ പഠിച്ചിരിക്കുക. പോക്സോ നിയമത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന നിയമമാണ് പോക്സോ നിയമം. പോക്സോ നിയമം 2012. പോക്സോ നിയമം 2012 ആണ്. ഓക്കെ, അപ്പോ ഈ പോക്സോ നിയമത്തിനകത്ത് നമ്മൾ നിലവിൽ വരാൻ കാരണമായ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ നമ്പർ 15(3) പോക്സോ നിയമം നിലവിൽ വരാൻ കാരണമായ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്ന ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഏതാണ് ആർട്ടിക്കിൾ? 15(3) നമ്മുടെ ആർട്ടിക്കിൾ 15(3). എന്താ 15(3) പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ 15(3) പറയുന്നത്. അപ്പൊ പോക്സോ നിയമം 2012 നമുക്ക് പാസ്സാക്കുന്ന ഡേറ്റ് പഠിച്ചിരിക്കുക. പാസ്സാക്കിയ ഡേറ്റ് എന്ന് പറയുന്നത് 19 ജൂൺ 2012 പോക്സോ നിയമം പാസ്സാക്കുന്നത്. പക്ഷെ പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 14, 2012. അപ്പൊ നോക്കിയടേ, ജൂൺ 19 വായനാ ദിനത്തിന് അന്നാണ് പോക്സോ നിയമം പാസ്സാക്കിയത്. പക്ഷെ നിലവിൽ വന്ന കുട്ടികൾ ദിനത്തിന് ചിൽഡ്രൻസ് ഡേ അന്നാണ്. എന്നാ നിലവിൽ വരുന്നത്? നവംബർ 14, 2012 പോക്സോ നിയമം നിലവിൽ. നവംബർ 14, 2012 പോക്സോ നിയമം നിലവിൽ വരുന്നത്. ഇനി പോക്സോ നിയമത്തിന് നമ്മൾ 2019 നമ്മൾ ഭേദഗതി ചെയ്തായിരുന്നു. ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് നമ്മുടെ പാർലമെന്റ് അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് സ്മൃതി ഇറാനി എന്നായിരുന്നു. അന്നത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്നു സ്മൃതി ഇറാനി. പോക്സോ ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 24 രാജ്യസഭ പാസ്സാക്കുന്നു. ഓഗസ്റ്റ് 1 ലോക്സഭ പാസ്സാക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്ന ഓഗസ്റ്റ് 5 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പോക്സോ നിയമത്തിനകത്ത് നമുക്ക് എത്ര അധ്യായങ്ങൾ, എത്ര വകുപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. പോക്സോ നിയമം നമ്മൾ നോക്കുകയാണെങ്കിൽ പോക്സോ നിയമത്തിനകത്ത് നമുക്ക് ആകെയുള്ള അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 അധ്യായങ്ങൾ നമുക്കുണ്ട്. വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 46 വകുപ്പുകളുമുണ്ട്. പോക്സോ നിയമത്തിൽ നമുക്ക് 9 അധ്യായങ്ങൾ നമുക്കുണ്ട്, 46 വകുപ്പുകളുമുണ്ട്. 46 വകുപ്പുകളുമാണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത് ഈ 2ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യം. 2ാമത്തെ അധ്യായം നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചുള്ള കാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയാണ് അതിന്റെ വകുപ്പുകൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളും അതിന്റെ ശിക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് 2ാമത്തെ അധ്യായം 3 മുതൽ 12 വകുപ്പുകളാണ്. അപ്പൊ ഞാനിവിടെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, നമുക്ക് 2ാമത്തെ അധ്യായത്തിൽ വരുന്ന വകുപ്പുകളാണ്. അപ്പൊ ഈ ഒറ്റ സംഖ്യയിൽ പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക കുറ്റങ്ങളാണ്. ഒറ്റ സംഖ്യയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ട സംഖ്യയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കുട്ടികൾക്കെതിരായിട്ടുള്ള ആ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ 3ാമത്തെ വകുപ്പിൽ പറയുന്ന ലൈംഗിക കുറ്റകൃത്യത്തിന് ശിക്ഷയാണ് 4ാമത്തെ വകുപ്പിൽ വരുന്നത്. 5ാമത്തെ വകുപ്പിൽ വരുന്ന കുറ്റകൃത്യത്തിന് ശിക്ഷ 6-ൽ പറയുന്നു. 7ാമത്തെ വകുപ്പിൽ പറഞ്ഞ ലൈംഗിക കുറ്റകൃത്യ ശിക്ഷ 8-ൽ പറയുന്നു. 9-ൽ പറഞ്ഞ കുറ്റകൃത്യ ശിക്ഷ 10-ൽ പറയുന്നു. 11-ൽ പറയുന്ന കുറ്റകൃത്യ ശിക്ഷ എവിടെയും വരുന്നു? 12-ലും വരുന്നു. ഓക്കെ, അപ്പോ 3ാമത്തെ വകുപ്പ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവേശിത ലൈംഗിക അതിക്രമമാണ് 3ാമത്തെ വകുപ്പ് നമ്മൾ പറയുന്നത്. 4ാമത്തെ വകുപ്പ് അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. 5ാമത്തെ വകുപ്പിൽ നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം 5ാമത്തെ വകുപ്പിൽ പറയുന്നു. അതിന്റെ ശിക്ഷ നമ്മൾ 6-ൽ നമ്മൾ പറയുന്നു.
ഏഴാമത്തെ വകുപ്പിൽ പറയുന്നത് ലൈംഗിക അതിക്രമം എന്നാണ്. ലൈംഗിക അതിക്രമം എന്നാണ് ഏഴാമത്തെ വകുപ്പിൽ നമ്മൾ പറയുന്നത്. അതിന്റെ ശിക്ഷയാണ് എട്ടാമത്തെ വകുപ്പിൽ നമുക്ക് വരുന്നത്. ഒൻപതാമത്തെ വകുപ്പിൽ ഗൗരവതര ലൈംഗിക അതിക്രമത്തെ കുറിച്ച് ഒമ്പതാമത്തെ വകുപ്പിൽ പറയുമ്പോൾ പത്താമത്തെ വകുപ്പിൽ അതിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പറയുന്നു. പന്ത്രണ്ടാമത്തെ വകുപ്പില് പതിനൊന്നാമത്തെ വകുപ്പിൽ നമ്മൾ ലൈംഗിക പീഡനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ്, ലൈംഗിക പീഡനത്തെ കുറിച്ച് പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ വകുപ്പ് അതിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നു. ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. വകുപ്പുകൾ വെച്ച് ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ വകുപ്പ് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രവേശിത ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന് ശിക്ഷ നാലാമത്തെ വകുപ്പില്. അഞ്ചാമത്തെ വകുപ്പിൽ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം, അതിന്റെ ശിക്ഷയെക്കുറിച്ച് എവിടെ പറയുന്നു? ആറാമത്തെ വകുപ്പിൽ പറയുന്നു. ഏഴാമത്തെ വകുപ്പ് പറയുന്നത് ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ്. അതിന് ശിക്ഷ 8 പറയുന്നു. ഒൻപതാമത്തെ വകുപ്പ് ഗൗരവതര ലൈംഗിക അതിക്രമം, അതിന്റെ ശിക്ഷയെക്കുറിച്ച് 10ാമത്തെ വകുപ്പിൽ പറയുന്നു. 11ാമത്തെ വകുപ്പ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമുക്ക് ലൈംഗിക പീഡനത്തെ കുറിച്ച് പറയുമ്പോൾ 12ാമത്തെ വകുപ്പാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? അതിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് 12ാമത്തെ വകുപ്പിലാണ്. 12ാമത്തെ വകുപ്പിൽ അതിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് പോക്സോയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോ 2005 നമ്മൾ വിവരാവകാശ നിയമം നമ്മൾ കൊണ്ടുവന്നു. 2005 വിവരാവകാശ നിയമം നമ്മൾ കൊണ്ടുവന്നു. ഈ വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനമാക്കി കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നമ്മൾ രൂപീകരിച്ചു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ ഈ രണ്ട് സ്ഥാപനങ്ങളും നിയമപരമായ സ്ഥാപനമാണ്. നിയമപരമായ സ്ഥാപനം, അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. രണ്ടും എന്താണ്? നിയമപരമായ സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഓക്കെ, അപ്പൊ 2005 നിയമപ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിച്ചിരിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വിവരാവകാശ നിയമം നമുക്ക് നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ മാസം 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. അന്നേ ദിവസം തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പരീക്ഷയുടെ ചോദ്യമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 12-ാം തീയതി ഒക്ടോബർ മാസം 2005 അല്ലെ? 12-ാം തീയതി ഒക്ടോബർ മാസം 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CIC ഭവനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം ഏതാണ്? CIC ഭവനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം ഏതാണ്? CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് വിവരാവകാശ നിയമത്തില് മൂന്നാമത്തെ അധ്യായത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് 12, 13, 14. ഈ 3 വകുപ്പുകളാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനകത്ത് 12ാമത്തെ വകുപ്പിനകത്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 12ാമത്തെ വകുപ്പിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അവിടെ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഗസറ്റഡ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഗസറ്റഡ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കണം. 12ാമത്തെ വകുപ്പില് 2ാമത്തെ ക്ലോസ് ആയിട്ട് നമ്മൾ പറയുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആരൊക്കെയാണ് ഉണ്ടാവുക? വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയുടെ ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാകും. അദ്ദേഹത്തെ കൂടാതെ ആവശ്യമെന്ന് കരുതുന്നത്രയും 10-ൽ കവിയാതെ അല്ലെങ്കിൽ 10-ൽ കൂടാതെയുള്ള മറ്റ് കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനില് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട്. അദ്ദേഹത്തെ കൂടാതെ നമുക്ക് മാക്സിമം 10 മറ്റ് കമ്മീഷണർമാരും കൂടെ ആകാം. മറ്റ് കമ്മീഷണർമാരുടെ എണ്ണം 10-ൽ കൂടാൻ പറ്റത്തില്ല. ആവശ്യമുള്ള അത്രയും കമ്മീഷണർമാരാകാം, പക്ഷെ എത്ര കൂടാൻ പറ്റത്തില്ല? 10-ൽ കൂടാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് അപ്പൊ നോക്കുമ്പോ 11 പേര് നമുക്ക് വരെയാകാം. മൊത്തം ചെയർമാൻ ഉൾപ്പെടെ 11 പേര് നമുക്ക് വരാം അല്ലെ? 1+10 എന്ന രീതിയിൽ നമുക്ക് വരാം.
നമുക്ക് 1+1 ആകാം, 1+2 ആകാം, 1+3 ആകാം, 1+4 ആകാം, 1+5, 1+6, 1+7, 1+8, 1+9, 1+10 വരെ ആകാം. നമുക്ക് ഒരിക്കലും 1+11 എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാനായിട്ട് സാധിക്കത്തില്ല. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ സംസ്ഥാനം കൂടെ കമ്പയർ ചെയ്തൊക്കെ പഠിച്ചോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരാണ് രൂപീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ, അദ്ദേഹത്തെ കൂടാതെ 10 മറ്റ് കമ്മീഷണർമാര്, മാക്സിമം 10 മറ്റ് കമ്മീഷണർമാരും ആകാമെന്നുണ്ടെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എത്ര പേര് വരാം? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതേപോലെ തന്നെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും അദ്ദേഹത്തെ കൂടാതെ 10ൽ കവിയാതെയുള്ള മറ്റ് കമ്മീഷണർമാരും ആകാം. 10ൽ കവിയാതെയുള്ള മറ്റ് കമ്മീഷണർമാരും ആകാവുന്നതാണ്. ഇനി ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് പോവുകയാണെങ്കിൽ, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് പോവുകയാണെങ്കിൽ 2005 കേരള സർക്കാർ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടി ഔദ്യോഗിക ഗസറ്റഡ് വിജ്ഞാപനം കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനില് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും അദ്ദേഹത്തെ കൂടാതെ 5 മറ്റ് കമ്മീഷണർമാരുമാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എത്ര പേര്? 6 പേര്. എത്ര പേര്? 6 പേര്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉത്തരം പറയാം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ, അദ്ദേഹത്തെ കൂടാതെ ആവശ്യമെന്ന് കരുതുന്ന അത്രയും 10ൽ കൂടാതെയുള്ള മറ്റ് കമ്മീഷണർമാര്. കേരള സംസ്ഥാനം എന്ന് എടുത്ത് ചോദിച്ചതിന് മാത്രം പറയുക ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ, അദ്ദേഹത്തെ കൂടാതെ 5 മറ്റ് കമ്മീഷണർമാരും എന്ന രീതിയിൽ കേരള സംസ്ഥാനം ചോദിച്ചാൽ എടുത്ത് പറയുക. ഓക്കെ, ഇനി ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുക. രാഷ്ട്രപതിയാണ് നിയമിക്കുക. പക്ഷെ രാഷ്ട്രപതി ചാടിക്കേറി നിയമിക്കുകയല്ല ചെയ്യുന്നത്. രാഷ്ട്രപതി ചാടിക്കേറി നിയമിക്കുകയല്ല ചെയ്യുന്നത്. നിയമനം നടത്താൻ വേണ്ടി രാഷ്ട്രപതി നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഒരു 3-അംഗ സമിതിയുണ്ട്. 3-അംഗ സമിതിയുണ്ട്. ആരൊക്കെയാണ് ഈ 3-അംഗ സമിതിയിൽ വരുന്നത്? പ്രധാനമന്ത്രി വരുന്നുണ്ട്. അദ്ദേഹത്തെ കൂടാതെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി വരുന്നുണ്ട്. അപ്പൊ പ്രധാനമന്ത്രി വരുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കൂടാതെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി വരുന്നുണ്ട്. പ്രധാനമന്ത്രിയാണ് കമ്മിറ്റിയുടെ തലവൻ. ഇവര് 3 പേരോട് ചേർന്നിട്ട് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നു, അതിനനുസരിച്ച് രാഷ്ട്രപതി നിയമനം നടത്തുന്നു. അപ്പൊ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ നിയമനം നടത്തുന്ന ആരായിരിക്കും? സംസ്ഥാനത്തേക്ക് വരും ഗവർണർ ആയിരിക്കും നിയമനം നടത്തുക. ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി മുഖ്യമന്ത്രി തലവനാണ് ഒരു സമിതി ഉണ്ട്. പിന്നെ സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഇനി മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രി വരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് എന്ത് ചെയ്യുന്നത്? ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി ഇവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിലും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ യോഗ്യത സെയിം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും ആവശ്യമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് ഒന്നുകിൽ നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണനിർവഹണത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനവും ഉള്ളവരും അതേപോലെ ജീവിതത്തിൽ നല്ലൊരു ഔന്നത്യം പുലർത്തുന്ന വ്യക്തികൾ അല്ലെ, ഒന്ന് നിയമമേഖലയിൽ അല്ലെങ്കിൽ ശാസ്ത്ര മേഖലയിൽ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പത്രപ്രവർത്തന മേഖലയിൽ മാനേജ്മെന്റ് മേഖലയിൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ബഹുജന പത്രപ്രവർത്തന മേഖലയിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള വ്യക്തി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി അല്ലെ. അതിനോടൊപ്പം എന്തുണ്ടായിരിക്കണം? നല്ലൊരു ജീവിത നിലവാരം, നല്ലൊരു ഔന്നത്യം പുലർത്തുന്ന ഒരു വ്യക്തിയുമാണെങ്കിൽ വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറോ അല്ലെങ്കിൽ മറ്റ് കമ്മീഷണർമാരായിട്ട് എന്ത് ചെയ്യാം? നിയമിക്കാവുന്നതാണ്. ഇനി 13ാമത്തെ വകുപ്പിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി സേവന വ്യവസ്ഥകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. കാലാവധിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ 2019 നമ്മൾ വിവരാവകാശ നിയമത്തെ ഭേദഗതി ചെയ്തു. ആ ഭേദഗതിക്ക് മുമ്പ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവർ സ്ഥാനമൊഴിയുന്നു എന്നായിരുന്നു പറഞ്ഞത്. സംസ്ഥാനത്തും ഇത് തന്നെയായിരുന്നു. പക്ഷെ 2019 ഭേദഗതി അതിനകത്ത് മാറ്റം വരുത്തി. 2019 ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ന തലത്തിലേക്ക് വന്നു. അതെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഭേദഗതി പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അത് എത്ര വർഷമാണ് എന്നുള്ള കേന്ദ്ര സർക്കാർ തീരുമാനിക്കും.
അല്ലെങ്കിൽ ഉയർന്ന പ്രായപരിധി 65 വയസ്സ്, ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, സ്ഥാനമൊഴിയും എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് പുതിയ നിയമം നമുക്ക് വന്നപ്പോൾ നമുക്ക് ഇത്ര വർഷം എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല. ഈ വർഷം ആര് തീരുമാനിക്കും? കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. പക്ഷേ ഉയർന്ന പ്രായപരിധി എത്ര തന്നെയാണ് നിലനിർത്തി? 65 വയസ്സായിട്ട് നിലനിർത്തി. അപ്പൊ കേന്ദ്ര സർക്കാർ തീരുമാനം എത്ര വർഷമാണോ, ഒന്നുകിൽ അത്രയും വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, സ്ഥാനം ഒഴിയുകയാണ് ചെയ്യുന്നത്. നിലവില് കേന്ദ്ര സർക്കാർ ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവരുടെ വർഷം എന്നുള്ളത് എത്രയെ തീരുമാനിച്ചു? 3 തീരുമാനിച്ചു. അപ്പൊ നിലവിൽ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്ന രീതിയിലാണ് കാലാവധി നമുക്കുള്ളത്. അപ്പൊ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇതേപോലെ തന്നെയാണ്. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ്. ഏതാണോ ആദ്യം വരുന്നത് അതിന് സ്ഥാനമാണ്. പക്ഷെ 3 വർഷം എന്നുള്ള കാര്യം നിയമത്തിൽ പറയുന്നുണ്ടോ? നിയമത്തിൽ 3 വർഷം എന്നുള്ള കാര്യം നിയമത്തിൽ പറയുന്നില്ല. അവിടെ വർഷം തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അവരുടെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ അതേ പദവിയിലേക്ക് അവരെ വീണ്ടും നിയമിക്കാനായിട്ട് സാധിക്കത്തില്ല. അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ വീണ്ടും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ കമ്മീഷണറെ വീണ്ടും ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇൻഫർമേഷൻ കമ്മീഷണറെ നമുക്ക് എന്ത് ചെയ്യാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കാം. ഇൻഫർമേഷൻ കമ്മീഷണറെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഓർത്തിരിക്കുക. ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്ന ഒരു വ്യക്തിയെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കുകയാണെങ്കിൽ 2 പദവിയിലൂടെ ചേർന്നിട്ട് പരമാവധി 5 വർഷക്കാലം മാത്രമേ പറ്റത്തുള്ളൂ. പരമാവധി എത്ര വർഷക്കാലേ പറ്റൂ? 5 വർഷക്കാലം മാത്രമേ പറ്റത്തുള്ളൂ. അതിന് കൂടുതൽ പറ്റത്തില്ല. ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് പരമാവധി എത്ര വർഷം? 5 വർഷം മാത്രമേ സാധിക്കത്തുള്ളൂ. ഓക്കെ, കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇതേപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി കേന്ദ്രത്തിൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക? രാഷ്ട്രപതിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. അപ്പൊ സംസ്ഥാനത്ത് ആരായിരിക്കും ഇവിടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്ത് എന്ത് ചെയ്യാൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. കേന്ദ്രത്തിൽ ഇവർക്ക് രാജിക്കത്ത് നൽകാൻ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കാണ്. അപ്പൊ സംസ്ഥാനത്ത് ആർക്കായിരിക്കും രാജിക്കത്ത് കൊടുക്കുക? സംസ്ഥാനത്ത് ഗവർണർക്കായിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഗവർണർക്കായിരിക്കും രാജിക്കത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യം. 2019 ഭേദഗതി നിയമം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളത്തിലും കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിലാണ് എന്നുണ്ടെങ്കിൽ ശമ്പളം കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. സംസ്ഥാനത്താണ് ഈ ശമ്പളം ആര് തന്നെ തീരുമാനിക്കും? കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിക്കും. നമുക്ക് 2019 ഭേദഗതിക്ക് മുമ്പ് കേന്ദ്രത്തില് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് തുല്യമായിട്ടുള്ളതായിരുന്നു. കേന്ദ്രത്തിലുള്ള മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർമാർക്ക് തുല്യമായിട്ടുള്ളതായിരുന്നു നമുക്ക് 2019 ഭേദഗതിക്ക് മുമ്പ്. ഇനി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷൻ ശമ്പളം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തുല്യമായിട്ടുള്ളതായിരുന്നു. അതേപോലെ സംസ്ഥാനത്തെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് തുല്യമാണ് ശമ്പളമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവന്നു. ഏത് ഭേദഗതിയിലൂടെ? 2019 ഭേദഗതിയിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ഇനി ഇവരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലാണെങ്കിൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്താണെങ്കിൽ നീക്കം ചെയ്യുന്നത് ഗവർണറുമാണ്. ഓക്കെ, അപ്പൊ കേന്ദ്രത്തില് ഇവരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന വകുപ്പ് 14ാമത്തെ വകുപ്പിലാണ് പറയുന്നത്. 2 രീതിയിൽ നീക്കം ചെയ്യാം. 1 സുപ്രീം കോടതിയുടെ അന്വേഷണ പ്രകാരം നീക്കം ചെയ്യാം. 2 സുപ്രീം കോടതി അന്വേഷണം ഇല്ലാതെ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം. സുപ്രീം കോടതി അന്വേഷണ പ്രകാരവും സുപ്രീം കോടതി അന്വേഷണം ഇല്ലാതെയും എന്ത് ചെയ്യാം? നീക്കം ചെയ്യാവുന്നതാണ്. അപ്പൊ സുപ്രീം കോടതി അന്വേഷണ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻ നമുക്കുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം, കഴിവുകേട്. അപ്പൊ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം, കഴിവുകേട് എന്ന കണ്ടീഷൻ പ്രകാരമാണ് പുറത്താക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി എന്ത് ചെയ്യും? സുപ്രീം കോടതിയുടെ അന്വേഷിക്കാൻ പറയും. സുപ്രീം കോടതി അതിനനുസരിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇവർക്ക് പെരുമാറ്റ ദൂഷ്യമുണ്ട് അല്ലെങ്കിൽ കഴിവുകേടുണ്ട് എന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? രാഷ്ട്രപതിക്ക് അവരെ പുറത്താക്കാം. റിപ്പോർട്ടിൽ പറയുന്നത് ഇല്ല, പെരുമാറ്റ ദൂഷ്യമില്ല, കഴിവുകേടൊന്നുമില്ല, ആൾക്കാർ ക്ലീൻ ആണ് എന്ന് പറയും ആണെങ്കിൽ പുറത്താക്കേണ്ട കാര്യമില്ല. അതൊന്ന് സംസ്ഥാനത്ത് ഇതേപോലെ തന്നെയാണ്. പക്ഷെ അവിടെ
ഗവർണറാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോടതി എടുത്ത് പറയുന്നത് എന്ത് ചെയ്യുക അന്വേഷണം നടത്താൻ പെരുമാറ്റ ദോഷമുണ്ടോ കഴിവുകേടുണ്ടോ എന്ന് സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പറയുന്ന ആരാണ് ഗവർണറാണ് റിപ്പോർട്ട് എന്ത് ചെയ്തു സുപ്രീം കോടതി അന്വേഷിച്ച് ഗവർണർക്ക് കൊടുക്കുന്നു റിപ്പോർട്ടിനകത്ത് കുറ്റക്കാരാണ് എന്ന് പറയുന്നത് പുറത്താക്കുന്നു ഇല്ല എന്നാണ് പറഞ്ഞത് പുറത്താക്കേണ്ട കാര്യമില്ല ഇനി രണ്ടാമതായിട്ട് ഒരെണ്ണം കൂടെ നമുക്കുണ്ട് സുപ്രീം കോടതി അന്വേഷണം ഇല്ലാതെ അതെന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിവരാവകാശ കമ്മീഷനിൽ ഇരിക്കുന്ന അംഗങ്ങൾ എന്താണ് പാപ്പരായി പോവുകയാണ് നിർദ്ധരായി പോവുകയാണ് അങ്ങനെയാണെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാവുന്നതാണ് രാഷ്ട്രപതിക്ക് അന്വേഷണമൊന്നും ഇല്ലാതെ സുപ്രീം കോടതി അന്വേഷണമൊന്നും ഇല്ലാതെ പുറത്താക്കാം രണ്ടാമതായിട്ട് പറയുന്നു സദാചാര കുറ്റത്തിന് വിവരാവകാശ കമ്മീഷനിൽ ഇരിക്കെ സദാചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിലും അവരെ പിടിച്ച് പുറത്താക്കാവുന്നതാണ് ഓക്കെ ഇനി വിവരാവകാശ കമ്മീഷൻ അംഗമായിരിക്കെ തന്നെ മറ്റേതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുകയാണ് എന്നുണ്ടെങ്കിലും അവരെ എന്ത് ചെയ്യാം അവരെ പുറത്താക്കാവുന്നതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ് എന്നാണ് ചിത്രഭ്രമം പിടിച്ചു പോവുകയാണ് ശാരീരികമായും മാനസികമായും തളർന്നു പോവുകയാണ് അങ്ങനെയാണെങ്കിലും പുറത്താക്കാവുന്നതാണ് ഇനി വിവരാവകാശ കമ്മീഷൻ ഇരിക്കെ തന്നെ എന്ത് ചെയ്യാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുകയാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ് പുറത്താക്കാവുന്നതാണ് സംസ്ഥാനത്തും ഇത് തന്നെയാണ് പക്ഷെ ഒരു മാറ്റമുള്ളൂ സംസ്ഥാനത്ത് പുറത്താക്കുന്ന ആരാണ് ഗവർണറാണ് സംസ്ഥാനത്ത് ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് വരുന്നു ബാക്കി എല്ലാം എന്താണ് സെയിം തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് നമുക്കൊന്ന് പഠിക്കാം ദേശീയ വിവരാവകാശ കമ്മീഷൻ നമുക്ക് ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓക്കെ ഇനി ഇതിനകത്ത് ഒരു പേര് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക രമേശ് പി ആർ രമേശ് എന്ന് പറഞ്ഞൊരു വിവരാവകാശ കമ്മീഷൻ നമുക്കുണ്ട് മലയാളിയാണ് പരീക്ഷ ഇങ്ങനെ ചോദിക്കാം നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മലയാളിയായിട്ടുള്ള വിവരാവകാശ കമ്മീഷണർ ആരാണ് പി ആർ രമേശാണ് ഇനി അതേപോലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വജാഹത്ത് ഹബീബുള്ളയാണ് വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപക് സന്ധു ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യ വനിത ദീപക് സന്ധു മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഷമ സിംഗ് ആണ് രണ്ടാമത്തെ വനിത ആരാണ് സുഷമ സിംഗുമാണ് പേര് പഠിച്ചിരിക്കുക ഓക്കെ രാജ്കുമാർ ഗോയൽ സാറ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആകുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീരാലാൽ സമരിയായിരുന്നു അപ്പൊ അവിടെ ഒരു ചോദ്യം കൂടെ പഠിച്ചിരിക്കുക നമുക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആകുന്ന എത്രാമത്തെ വ്യക്തിയാണ് രാജ്കുമാർ ഗോയൽ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്രാമത്തെ വ്യക്തിയാണ് 13ാമത്തെ വ്യക്തിയാണ് ഓക്കെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എത്രാമത്തെ വ്യക്തിയാണ് 13ാമത്തെ വ്യക്തിയാണ് രാജ്കുമാർ ഗോയൽ ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ടർബോ 12 വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള കുറച്ച് കുറച്ച് പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മേഖലകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നല്ലതുപോലെ പഠിക്കുക ക്ലാസ്സുകളൊക്കെ നല്ലതുപോലെ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ എക്സാമും മറ്റുമൊക്കെ അറ്റൻഡ് ചെയ്യുക LDC 2027 നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം നമുക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട് LDC 2027 വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ക്ലാസ്സുകളിൽ കണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം അപ്പൊ ഓക്കെ താങ്ക് യു